ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു രക്ഷയില്ലാത്ത അടിപൊളിയൊരു ക്രൈം ത്രില്ലർ സൈക്കോ ഇൻവെസ്റ്റിഗേഷൻ ബംഗാളി കഥയാണ്. കഥയുടെ പേര് FIR. ഒരിക്കലും ഈ ഒരു കഥ നിങ്ങൾ നിരാശപ്പെടുത്തില്ല. ഉറപ്പായിട്ട് ഈ കഥയിൽ ട്വിസ്റ്റ് ഉണ്ട്, ത്രില്ലിംഗ് ഉണ്ട്, വേറെ ലെവല് സൈക്കോ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. അപ്പോൾ ഇനിയും കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. ഇനിയും ഇതിലും അടിപൊളി കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ എനിക്കൊരു മോട്ടിവേഷനായിട്ട് എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു 2 ദിവസം മുമ്പ് ഇതിലും അടിപൊളി ത്രില്ലിങ്ങും ട്വിസ്റ്റും ഒക്കെ ഉള്ള ഒരു കിഡിലോസ്കി തെലുഗു സീരീസ് നയനം ഫുള്ളായിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്ത കൂട്ടുകാർക്കായിട്ട് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തില് ഒരു 4-5 റൗഡികൾ ചേർന്നിട്ട് രാത്രി ഒരു വെള്ളമടി പാർട്ടിയിലാണ്. അപ്പോൾ അതിലൊരു റൗഡി ചോദിക്കുന്നുണ്ട്, അല്ലടാ നമ്മുടെ ഗോപാലിനെ കഴിഞ്ഞ രാത്രി ആരോ തീർത്തെറിഞ്ഞില്ലേ? ഒരു 2 മാസം കൊണ്ട് കഴിഞ്ഞിരുന്നെങ്കിലേ അവൻ നമ്മുടെ MLA ആവണ്ടവനല്ലേ? ഇനിയിപ്പോ നിങ്ങളിൽ ആരെങ്കിലും ആണോടാ അവനെ തീർത്തെ? അപ്പോൾ ഒരുത്തൻ, താൻ എന്താ അവിടെ പറയുന്നേ? നമ്മൾ ആരെങ്കിലും ഒറ്റക്ക് പോയിട്ട് എന്തെങ്കിലും കാര്യം ഇതുവരെ ചെയ്തിട്ടുണ്ടോ? എന്നും ഒറ്റക്കെട്ടായിട്ട് കൂട്ടായിട്ടല്ലേ നമ്മൾ എന്ത് വർക്ക് എടുക്കാറുള്ളൂ. പിന്നെ ഗോപാലിന്റെ കൊലയുടെ പിന്നില് ആരാണെന്ന് സംശയിക്കൊന്നും വേണ്ട, ആ നേപ്പാളിലെ അവൻ തന്നെയാ. അതായത് ആ ഒരു നാട്ടിലെ ഒരു വലിയ റൗഡി തന്നെയാണ് ഈ നേപ്പാള്. ആ നേപ്പാളിനെ അവനെ ഒതുക്കാനൊരു സമയം കിട്ടിക്കഴിഞ്ഞാല് അങ്ങ് തീർത്തള്ളണം. അല്ലടാ, നീയല്ലേ പറഞ്ഞ് രാത്രി പാർട്ടിക്കൊരു പെണ്ണ് വരുന്നുണ്ടെന്ന്? ആരെയും കാണുന്നില്ലല്ലോ. അപ്പോഴാണ് ആ കൂട്ടത്തില് മാമനൊരു കോള് വരുന്നത്. അതായത് പറഞ്ഞ പെൺകുട്ടി പുറത്തെത്തിയിട്ടുണ്ട്, അവൾക്ക് എന്തോ ഒരു പേടി പോലെ, ഒന്ന് പോയിട്ട് കൂട്ടിട്ട് വരാന്. അപ്പ മാമൻ, പിന്നെന്താ, ഞാൻ കൂട്ടിട്ട് വരാന്ന്. അപ്പോഴാണ് പുറത്ത് ആ പെൺകുട്ടിയുടെ പിന്നിലായിട്ട് മുഖമൊക്കെ ഒരു ഷാള് വെച്ച് മൂടിയ ഒരാൾ നിൽക്കുന്ന കാണുന്നേ. മാമനാണെങ്കിൽ പുറത്ത് വന്നിട്ട്, മോളെ നീ എന്തിനാ പേടിക്കുന്നേ, നീ എവിടെ? എന്നാല് മാമന് മുമ്പിലേക്ക് ആ ഒരു അജ്ഞാതനാണ് വരുന്നത്. അങ്ങനെയുടെ കയ്യിൽ ഒരു വാളുണ്ട്. നിമിഷ നേരം കൊണ്ട് ആ വാള് പുറത്തെടുത്തിട്ട് ആ മാമനെ വെട്ടി കൊലപ്പെടുത്താണ്. എന്നിട്ട് അയാളുടെ ബോഡി വലിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഇതേ സമയത്ത് അവര് കാത്തിരുന്ന ആ പെൺകുട്ടിയിലെ അവൾ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ബാക്കി റൗഡികളോട് ചേർന്നിട്ട് ഡാൻസും പാട്ടുമായിട്ട് അടിച്ചു പൊളിക്കുകയാണ്. എന്നാൽ അവരുടെ കൂട്ടത്തിലെ മാമനെ ഒരാൾ കൊലപ്പെടുത്തി ബോഡി വലിച്ചിട്ട് പോയതുപോലും ആ റൗഡി ഗ്യാങ് ആരും അറിഞ്ഞിട്ടില്ല. അടുത്ത സീനില് നമ്മുടെ കമ്മീഷണറില്ലേ, അസിസ്റ്റന്റ് കമ്മീഷണർ വിളിപ്പിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസത്തിലെ 2 ബ്രൂട്ടൽ മർഡേഴ്സാണ് നമ്മുടെ ഈ നാട്ടിൽ നടന്നിട്ടുള്ളത്. അതിൽ ഒരാള് റൂളിംഗ് പാർട്ടിയിലുള്ളതും അതുപോലെ മറ്റൊരാള് ഓപ്പോസിറ്റ് പാർട്ടിയിലും. ഇപ്പോ ഭരണത്തിലുള്ള പാർട്ടിയുടെ ഒരു റാലിയിലാണെങ്കിലേ ഭരണകക്ഷിയിലെ ഗോവിന്ദ് കൊല്ലപ്പെട്ടില്ലേ, അതിന്റെ കൊലയാളെ കണ്ടെത്താത്തതിന് ആരൊക്കെയോ ബോംബ് എറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി നേരിട്ട് വിളിപ്പിച്ചിട്ട് ഈ ഒരു കേസ് വേഗം തന്നെ സോൾവ് ചെയ്യാൻ പറഞ്ഞതാ. നിലവിലിപ്പോ 2 കൊലപാതകമായി. ഇനി ഒരിക്കൽ പോലും ഒരു കൊലപാതകവും ഇവിടെ നടക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അതുകൊണ്ട് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള വേഗത്തിൽ ഈ കേസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫീസർ അന്വേഷിച്ചിട്ട് വേഗം തന്നെ അപ്പോയിന്റ് ചെയ്യും. അങ്ങനെ അസിസ്റ്റന്റ് കമ്മീഷണർ പുറത്തേക്ക് വരുമ്പോൾ അങ്ങേർക്കൊരു കോള് വരികയാണ്. മറുഭാഗത്ത് ആരാണ് സംസാരിക്കുന്നത് കാണിക്കുന്നില്ല. അയാൾ പറയുന്നത് രഘുനന്ദപൂരിലേക്ക് ഒരാളും ഒരു ഇൻവെസ്റ്റിഗേഷൻ വരാൻ പാടില്ല. അതായത് കഥയുടെ ആരംഭത്തിൽ 2 കൊലപാതകം നടന്നില്ലേ, അതേ നാട് തന്നെയാണ് രഘുനന്ദപുരം. എന്നാൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അയക്കാതിരിക്കാൻ പറ്റില്ല, കാരണം മന്ത്രിയുടെ ഓർഡറാ. എന്നാൽ നിങ്ങൾ പേടിക്കണ്ട, ഒരു ഓഫീസർ വരും, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിയിട്ട് ഓൾറെഡി അവിടെ റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതും എടുത്തിട്ട് പോന്നോളൂ, നിങ്ങൾക്ക് ഒരു പ്രശ്നം വരില്ല. അടുത്ത സീനില് നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള ACP അപരിജിത് ദത്ത് നല്ല ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കാണ്. എന്നാൽ ആരോ കോൾ ചെയ്യുന്നുണ്ട്. തീരെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ആ കോള് കട്ടിയാണ്. കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ നോക്കുമ്പോഴാണ് അവിടെ ഒരു ഡ്രോയിങ് ബുക്ക് കാണുന്നത്. അതായത് തന്റെ മകള് ചെറുപ്പത്തിൽ വരച്ചിട്ടുണ്ടായിരുന്ന ഒരു ബുക്കായിരുന്നു. ഒരിക്കൽ ഹീറോ ഡ്യൂട്ടിയുള്ള സമയത്ത് തന്റെ മകള് വീഡിയോ കോൾ ചെയ്ത്, ഞാൻ അച്ഛന്റെയും അമ്മയുടെയും എന്റെ ഫോട്ടോ വരച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ ആ ഒരു ഡ്രോയിങ് ബുക്കിൽ കാണിച്ചു കൊടുക്കുമ്പോൾ എന്റെ കുഞ്ഞ് വലുതായി പോയിട്ടാ അച്ഛൻ വരുമ്പോ ഒരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞു തീർന്നില്ല. നമ്മുടെ ഹീറോ ദത്തയുടെ ഭാര്യയെ ഏതൊരു മുഖംമൂടി അജ്ഞാതൻ ഷൂട്ട് ചെയ്യാണ്. മകളുടെ പിന്നിലെ ഭാര്യ കട്ടിലേക്ക് വീഴുന്ന കണ്ടിട്ട് തരിച്ചു നിൽക്കുമ്പോൾ ആ ഒരു അജ്ഞാതനില്ലേ തന്റെ മകളെയും ഹീറോയുടെ കൺമുമ്പിൽ വെച്ച് ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്താണ്. നമ്മുടെ ദത്തയുടെ നെഞ്ച് തകർന്നു പോകുന്നുണ്ട്. തന്റെ മകളുടെ ആ ഒരു ചിത്രങ്ങൾ ഓർത്തിട്ട് വല്ലാതെ സങ്കടപ്പെടുകയാണ്. അപ്പോഴാണ് പുറത്ത് ആരോ വാതിൽ തട്ടുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ DCP ആണ്. ഇങ്ങനെ ഞാൻ ACP എന്ന് പറഞ്ഞു തോന്നൂലേ, ഇങ്ങനെ DCP ആണ് കേട്ടോ, നമ്മുടെ ഹീറോയാണ് ACP. അങ്ങനെ DCP നമ്മുടെ ദത്തയോട് പറയുന്നുണ്ട്, എത്ര നാളെ നീ ലീവ് എടുക്കാൻ തുടങ്ങിയിട്ട്? ശരിയാണ്, നീ ജോലിയിലുള്ള സമയത്ത് ഒരു ട്രാജഡി നിന്റെ ഫാമിലിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പക്ഷെ ആ ഒരു ട്രോമയിൽ നീ എത്ര നാൾ ജീവിക്കും? ഓൾറെഡി ഞാൻ നിനക്കൊരു ഫയൽ അയച്ചിട്ട് നീ എന്താ റിപ്ലൈ പോലും ചെയ്യാത്തെ? ഒരു കാര്യം ചെയ്യ്, ഒന്ന് രഘുനന്ദപൂരിലേക്ക് പോയിട്ട് ആ ഒരു ഗ്രാമത്തിൽ തുടർച്ചയായിട്ട് 2 ബ്രൂട്ടൽ മർഡേഴ്സ് നടന്നിട്ടുണ്ട്. അതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്താണെന്ന് കൂടുതൽ ചെയ്യാനൊന്നും നിൽക്കണ്ട. ആ ഒരു നാട്ടിലേക്ക് പോയിട്ട് അന്വേഷിക്കുന്ന പോലെ കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു കളിക്കുക. ഓൾറെഡി ഞാനിവിടെ കേസിന്റെ ഫയൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്തിട്ട് ഇങ്ങ് തിരിച്ചു വന്നാൽ മതി. ഒരാഴ്ചത്തെ പണിയുള്ളൂ. എന്നാലും ദത്ത, അതിനിപ്പോൾ എന്റെ ആവശ്യമില്ലല്ലോ, ഏതൊരു ഓഫീസറെയും സാറിന് അയക്കാലോ. എന്നാലും DCP, നിനക്കറിയാലോ ഈ സമയത്ത് എനിക്ക് അതിനെ വിശ്വസിച്ച് അയക്കാൻ വേറൊരാളില്ല. പോലീസ് ട്രെയിനിങ് സമയത്തൊക്കെ ഞാൻ നിന്നെ നല്ലോണം ഹെൽപ്പ്
ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നന്ദി നിനക്ക് കാണിക്കണം തോന്നുകയാണെങ്കിൽ ഒന്ന് കൂടെ നിൽക്ക്. അങ്ങനെ അവസാനം നമ്മുടെ ഹീറോ ദത്തയും രഘുനന്ദപൂരിലേക്ക് പോവാന്ന് സമ്മതിക്കുകയാണ്. അതേ സമയത്ത് രഘുനന്ദപൂരിലെ ഒരു ലോക്കൽ ഗ്യാങ്സ്റ്ററാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയുടെ പേര് മിശ്ര. അങ്ങനെ ഇപ്പോഴുള്ള ആ നാട്ടിലെ ഇൻസ്പെക്ടർ വിളിച്ചിട്ട് നിലവിലിപ്പോൾ 2 മർഡേഴ്സ് നടന്നില്ലേ, ആ കേസ് വേഗം ക്ലോസ് ചെയ്തേക്ക്. പിന്നെ പുറത്തു നിന്ന് ഏതോ ഒരു ACP ദത്തോ ആരും വരുന്നുണ്ടെന്ന് പറയുന്ന കേട്ടോ. ഇനി ആര് ഇൻവെസ്റ്റിഗേഷൻ വന്നാലും വന്നോളാം, വേഗം തന്നെ തിരിച്ചു പോയിക്കോളാം. അല്ലാതെ എന്റെയോ എന്റെ ടീമിന്റെ പിന്നാലെ ഒരുത്തനെ വരരുത്. അതിനാണ് എനിക്ക് പൈസ ഇരുന്ന് പറഞ്ഞിട്ട് ആ ഇൻസ്പെക്ടറിന് ഒരു കെട്ട് പൈസ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇൻസ്പെക്ടർ സാറ് പറഞ്ഞേക്ക് ഓക്കെയാ, പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റും തോന്നില്ല. ഞാനൊരു സാധാരണ SI അല്ലേ, എന്നാൽ ACP സാറ് അങ്ങനെ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നതാ. അപ്പോൾ അയാൾ പറയുന്നത് ഞാനാ കേൾക്കണ്ടേ, ഞാൻ പറയുന്നത് അങ്ങനെ കേൾക്കില്ല. അപ്പം മിശ്ര ഹയർ ഓഫീസേഴ്സിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, നിന്നോട് പറഞ്ഞ പോലെ നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ACP വരും, ആ ഫയൽ വാങ്ങിട്ട് തിരിച്ചു പോകും. നിന്റെ ഒരു കണ്ണ് അയാളുടെ മേലെ ഉണ്ടായാൽ മതി. അപ്പോൾ SI പിന്നെന്താ അതൊക്കെയാണ്. അങ്ങനെ അവിടുന്ന് തിരിച്ചു പോവാണ്. അതേ സമയത്ത് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് രഘുനന്ദപൂരിലെ ഒരു ഡോക്ടറാണ്. അത് മാത്രമല്ല നമ്മുടെ ഈ കഥയിലെ നായികയാണ്. ഇവളുടെ പേരാണ് ഡോക്ടർ ഇഷ. നമ്മുടെ ഇഷ ചെറുപ്പത്തിൽ പഠിച്ചു വളർന്നത് ഒരു അനാഥാലയത്തിലാണ്. ആ അനാഥാലയം നടത്തുന്നത് സിദ്ധാർത്ഥ എന്നൊരു മാഷാണ്. അതുപോലെ ആ ഒരു മാഷിന് ഒരു മകളുണ്ട്, അവളുടെ പേര് ദീപ. നമ്മുടെ ഇഷയും ദീപയും അതേ അനാഥാലയത്തിൽ തന്നെയാണ് പഠിച്ചു വളർന്നത്. എന്നാൽ ദീപ ഇഷയെ ഒരു ഏട്ടത്തേരെയാണ് കാണുന്നത്. ഇപ്പോഴും ഇഷ വന്ന വഴി മറന്നിട്ടില്ല. താൻ പഠിച്ച ആ ഒരു ഓർഫനേജ് സ്കൂളിലെ കുട്ടികളെ കാണാൻ എന്നും അവൾ വരാറുണ്ട്. അതുപോലെ ആ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങൾക്കും അവൾക്ക് പറ്റുന്ന പോലെ അവളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ തന്റെ ഡ്യൂട്ടിക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഒരു കോൺസ്റ്റബിൾ വരികയാണ്. അതായത് കഴിഞ്ഞ 2 കൊലപാതകങ്ങൾ ആ ഒരു നാട്ടിൽ നടന്നില്ലേ, ആ 2 മർഡേഴ്സിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങാനാണ്. അപ്പൊ ഇഷ, അല്ല നിങ്ങളല്ലേ അർജന്റ് ഇല്ലാന്ന് പറഞ്ഞേ, ഇന്ന് റെഡിയാക്കി തന്നാൽ മതിയോ? അത് മാഡം, കൊൽക്കത്തയിൽ നിന്ന് ഒരു ACP സാറ് ഈ കേസ് അന്വേഷിക്കാൻ വന്നിട്ടുണ്ട്, ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നതാ. അപ്പോൾ അദ്ദേഹത്തിന് അർജന്റായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണുമെന്ന് പറഞ്ഞിട്ട് എന്നെ അയച്ചതാ. അപ്പൊ ഇഷ, വൈകുന്നേരത്തിനുള്ളിൽ റെഡിയാക്കി തരാം. അതേ സമയത്ത് നമ്മുടെ ഹീറോ ദത്തയിലെ അതിസുന്ദരമായിട്ടുള്ള രഘുനന്ദപൂരെന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ പകുതി എത്തിയപ്പോൾ ഒന്ന് യൂറിൻ പാസ് അവിടെ നിർത്തുകയാണ്. അങ്ങനെ തിരിച്ച് തന്റെ വണ്ടിയിൽ കയറി നോക്കുമ്പോൾ ഒരു ലോറി വേഗത്തില് നമ്മുടെ ഹീറോയെ ഇടിച്ചു തെറിപ്പിക്കാൻ നോക്കുകയാണ്. ജസ്റ്റ് മിസ്. ആ ഒരു ഡ്രൈവറോട് നിർത്താൻ പറഞ്ഞിട്ട് അവൻ നിർത്തുന്നുണ്ടോ? അപ്പോഴാണ് ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെ ഒരു പ്രായമായിട്ടുള്ള ഒരാള് മുഖമൊക്കെ മറിച്ചിട്ട് പോകുന്ന കാണുന്നത്. അല്ല ചേട്ടാ, രഘുനന്ദപൂരിലേക്ക് ഈ വഴിയാണ് പോണ്ടേ? അതെ, ഒരു 3-4 കിലോമീറ്റർ പോയി കഴിഞ്ഞാല് ആ സ്ഥലത്തി. അല്ല, നിങ്ങൾ ഈ കാട്ടിൽ ഇതെങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ അങ്ങേര് എന്റെ കുറച്ച് ആടുകളെ തീറ്റാൻ ഇറങ്ങിയതാ, അപ്പൊ അവറ്റകളെ കാണുന്നില്ല. അപ്പോഴാണ് ആട്ടിൻകുട്ടികൾ ആ കാട്ടിൽ നിന്ന് കരയുന്ന സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ ആട്ടിൻകുട്ടികളുടെ പേരും വിളിച്ചിട്ട് അങ്ങേര് ഫോറസ്റ്റിലേക്ക് കയറിപ്പോവാണ്. അടുത്ത സീനില് രഘുനന്ദപൂരിലേക്ക് കടക്കുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അങ്ങോട്ട് വന്ന ഒരു ലോറിയെ ആ നാട്ടിലെ ഇപ്പോഴത്തെ SI, ഇങ്ങനെയുടെ പേര് നരൻ എന്നാണ്. നരൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഡ്രൈവറോട്, എന്താ മോനെ ലോറിയിൽ? സാറിന് കിട്ടേണ്ടതൊക്കെ കറക്റ്റ് മാസം എത്തുന്നില്ലേ? നമ്മുടെ ആളുകൾ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് തരുന്നുണ്ട്, പിന്നെ എന്തിനാ ഇപ്പൊ ലോറി സ്റ്റോപ്പ് ചെയ്യുന്നത്? സ്റ്റേഷനിൽ മാത്രം കിട്ടിയാൽ പോരാ, ഇപ്പൊ ഈ ലോറി വിടണമെങ്കിൽ എനിക്ക് ഇപ്പൊ പൈസ കിട്ടണം, എന്നാലേ ലോറി ഇവിടെ നനങ്ങും, ഇല്ല ഇവിടെ കിടക്കും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോ ACP വരുന്നത്. അപ്പൊ SI, അല്ല സാറെ കണ്ടിട്ട് കുറെ നാളായല്ലോ, അവസാനം ട്രെയിനിങ് ടൈമിലെ കണ്ടേ. സാറിന്റെ ബുദ്ധി വെച്ച് സാർ ACP ആയി, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ SI ആയി പോയി. എന്നിട്ട് ആ ഒരു ലോറി ഡ്രൈവറോട്, നിനക്ക് വണ്ടി ശരിക്കും ഓടിക്കാൻ അറിയില്ലടാ, എടുത്തിട്ട് പോടാ. എന്നാൽ നമ്മുടെ ഹീറോ ACPക്ക് അവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഇവനെ കണ്ടിട്ട് എന്തോ കള്ള ലക്ഷണം ഉണ്ടല്ലോ, വണ്ടി ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി. എന്നാൽ നമ്മുടെ SI തരിച്ചിട്ട് ചെക്ക് ചെയ്യാനാ പണി പാളിന്ന് വിചാരിക്കുമ്പോൾ, എന്താന്നാരാ ഞാനിനി ചെക്ക് ചെയ്യണോ? അങ്ങനെ 2 കോൺസ്റ്റബിൾസിനോട് ആ ഒരു വണ്ടി ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ ഹീറോയും പോയി നോക്കുകയാണ്. അപ്പോഴാണ് ഹീറോ ഷോക്കായി പോകുന്നത്. കാരണം ആ ഒരു വണ്ടിയിലല്ലേ കുറേയധികം ചെറിയ പെൺകുട്ടികളെ കെട്ടി ബന്ധിച്ചിട്ട് എങ്ങോട്ടോ കടത്താനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ SIക്ക് പണി പാളിന്ന് മനസ്സിലായപ്പോൾ ഡ്രൈവറോട്, നോക്കി നിൽക്കാതെ എന്നെ തള്ളിയിട്ടിട്ട് ഓടി രക്ഷപ്പെടാ. അതുപോലെ ഡ്രൈവർ SIയെ തള്ളിയിട്ട് ഓടുമ്പോൾ ആ കാഴ്ച ഹീറോ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവനെ ലോക്ക് ചെയ്യുമ്പോൾ SIക്ക് വേറെ നിവർത്തിയില്ല. അങ്ങനെ കൂടെയുള്ളവനെ കൂടി പിടിച്ചോണ്ടിരുമ്പോൾ AC പറയുന്നുണ്ട്, മോനെ SI നരാ, നിന്റെ അഭിനയം അടിപൊളിയായിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി നല്ല പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചു. ഒരു കാര്യം ചെയ്യ്, എല്ലായിടത്തിനും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു. അപ്പോഴാണ് ആ സ്റ്റേഷൻ നമ്മൾ കാണുന്നത്. അതായത് അവിടെയുള്ള പോലീസ് ഓഫീസേഴ്സ് ഒക്കെ ഇല്ലേ, ടിവിയിൽ ഓരോ മാച്ചും കണ്ട് ഓരോ സ്നാക്സും കഴിച്ചിട്ട് വിരുന്ന് വീട്ടിൽ വന്ന പോലെ അങ്ങനെ അടിച്ചു പൊളിച്ച് ജോളിയായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് സ്റ്റേഷനിലേക്ക് നമ്മുടെ മിശ്രയിലെ അയാളുടെ വലങ്കൈ നേപ്പാൾ വരുന്നത്. എന്നിട്ട്, അല്ല സാറേ, ആരുടെ ലോറിയ സാറ് പിടിച്ചെന്നറിയോ? മിശ്രയുടേതാ. അത്രയ്ക്ക് ധൈര്യക്കായോ? അപ്പൊ ഓഫീസർ, താൻ എന്താടാ പറയുന്നത്? ആര് ലോറി പിടിച്ചെന്ന്? ഇവിടെ ആരാടാ മിശ്രയുടെ ലോറി പിടിച്ച്? അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോ മാസായിട്ട് വരുന്നത്. ഞാനാ ലോറി പിടിച്ച്. അത് വെറുതെ പിടിച്ചതല്ല, ആ ലോറിയിലെ കുറേയധികം ചെറിയ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോകാനുള്ള പ്ലാനായിരുന്നു. അതായത് മനുഷ്യക്കടത്ത്. അതിന്റെ പിന്നിൽ ആരാന്നറിയണ്ടേ? അപ്പോൾ നേപ്പാള് കൂടുതലൊന്നും പറയാതെ അവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ ഹീറോ ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, ഈ ലോറിയിൽ വന്ന 2 എണ്ണത്തിനില്ലേ ഇവരുടെ മേലെ കേസെടുത്തിട്ട് തൽക്കാലം അറസ്റ്റ് ചെയ്യും. എന്നാൽ ഇൻസ്പെക്ടർ, സാറേ ഇതെന്റെ സ്റ്റേഷനാ, ഇവിടെ എന്താ തീരുമാനിക്കേണ്ടത് അത് ഞാൻ ചെയ്തോളാം. എന്നാൽ ഹീറോ, അത് പറ്റില്ലല്ലോ, തന്റെ ഹയർ ഓഫീസറാണ് ഞാനെങ്കിൽ
ഞാൻ പറയുന്നത് താൻ കേട്ടേ മതിയാവും, പറയുന്ന പോലെ ചെയ്യാൻ നോക്ക്. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോള് വരുന്നത്. അതായത് ഹീറോയെ അങ്ങോട്ട് അയച്ച DCP ഇല്ലേ, അങ്ങേരാണ്. എന്തായി പോയ കാര്യമൊക്കെ ഓക്കെ അല്ലേ? അപ്പൊ ഹീറോ കാര്യങ്ങളൊക്കെ ഓക്കെയാ, എന്നാൽ ഇവിടെ നാട്ടിലെത്തിയപ്പോ വേറെ ചെറിയ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്നൊരു കേസിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ DCP അതൊന്നും താൻ നോക്കണ്ട, താൻ എന്തിനാ അങ്ങോട്ട് പോയത്? ആ ഒരു മർഡർ കേസ് മാത്രം നോക്കിയാൽ മതി. തൽക്കാലം ഇൻസ്പെക്ടറിന് ഫോൺ കൊടുക്ക്. അങ്ങനെ ഇൻസ്പെക്ടറിനോട് DCP എന്തോ പറഞ്ഞ ശേഷം, ഇൻസ്പെക്ടർ ഞാൻ അപ്പോഴേ സാറോട് പറഞ്ഞതല്ലേ, അപ്പോൾ സാറി നാട്ടിൽ വന്ന കേസിലെ അത് നോക്ക്, ഈ കേസ് ഞാൻ നോക്കിക്കൊള്ളാട്ടാ. ആ ഒരു ഡബിൾ മർഡർ കേസിന്റെ ഫയല് ഞാൻ സാറ് തന്നേക്കാം. അങ്ങനെ ആ ഒരു ഫയല് നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കുമ്പോൾ ഇൻസ്പെക്ടറിന് വേറൊരു കോള് വരികയാണ്. അതായത് 2 കൊലപാതകം നാട്ടിൽ നടന്നില്ലേ, അതുപോലെ മറ്റൊരു കൊലപാതകം കൂടി നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഷോക്കായിട്ട്, അല്ല എന്താണ് പറയുന്നത്, അടുത്ത കൊലപാതകം എവിടെയാ നടന്നേ? അങ്ങനെ ആ ഒരു ലൊക്കേഷൻ വാങ്ങുമ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഞാനും ഉണ്ട്. അങ്ങനെ ആ ഒരു ലൊക്കേഷനിലേക്ക് പോയി നോക്കുമ്പോൾ ആരെയോ കൊലപ്പെടുത്തിയിട്ട് കെട്ടി തൂക്കിയിട്ട് പോയിട്ടുണ്ട്. ആ ഒരു കാഴ്ച കണ്ടത് നമ്മുടെ ഡോക്ടർ ഈശയും അതുപോലെ ദീപയുമാണ്. അപ്പോൾ ഹീറോ അവരോട് നിങ്ങൾ എന്താ കണ്ടെന്ന് ചോദിക്കുമ്പോൾ, സാറേ ഈശ ചേച്ചിയും ഞാനും ഹോസ്പിറ്റലിൽ ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോഴാണ് ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഈ ഡെഡ് ബോഡി നമ്മൾ കണ്ടേ. ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയായിരുന്നു. അപ്പോൾ ഹീറോ, അല്ല താൻ പറഞ്ഞ ഡോക്ടർ ഈശ അവരെവിടെ? അത് സാറേ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് പോലീസ് വരുന്നവരെ കാത്തിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്നോടുകൂടെ നിൽക്കാൻ പറഞ്ഞിട്ട് അമ്മയെ നോക്കാൻ ചേച്ചി പോയതാ. അപ്പൊ ഹീറോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഡോക്ടർ ഈശയോട് നാളെ സ്റ്റേഷനിലേക്ക് വരാൻ പറ. അതേ സമയത്ത് ദീപ പറഞ്ഞ പോലെ തന്നെ ഈശ അവളുടെ അമ്മയ്ക്കില്ലേ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്നാൽ അമ്മയ്ക്ക് എന്തോ മാനസികമായിട്ട് ചെറിയ പ്രശ്നം തോന്നുന്നുണ്ട്. കാരണം ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ വല്ലാതെ വാശി പിടിക്കുകയാണ്. അപ്പോഴാണ് പുറത്ത് ആരോ വാതിൽ തട്ടുന്നത്. പോയി നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ദീപ തന്നെയാ. അപ്പോൾ ഈശ, അല്ല പോലീസ് വന്നിട്ട് കാര്യങ്ങൾ എന്തായി? അത് കുഴപ്പമൊന്നുമില്ല ചേച്ചി, അവർ വന്നു, നമ്മൾ കണ്ട കാര്യമൊക്കെ അവരോട് പറയുകയും ചെയ്തു. അപ്പൊ ഈശ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ അമ്മക്ക് ഫുഡ് കൊടുക്ക്, എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ആ ഒരു ബോഡിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ പോയിട്ട് വരാം. അങ്ങനെ ഈശ അവിടെ നിന്ന് പോവാണ്. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോ ഇല്ലേ, ആ നാട്ടിലെ ബഡാ വില്ലൻ മിശ്രയുടെ ഒരു എതിർ ഗ്യാങ്ങിന്റെ ലീഡർ ഉണ്ട്. ഇയാളുടെ പേര് സീനു എന്നാണ്. അങ്ങേരോട് ഹീറോ, അല്ല മിശ്രയുടെ ടീമും നിങ്ങളുടെ ടീമായിട്ട് പലപ്പോഴും പല പ്രശ്നങ്ങളും സംഭവിച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തുമൊക്കെ. ആ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ ആളുകൾ കൊല്ലപ്പെട്ടതിനാണോ നിങ്ങളിപ്പോ മിശ്രയുടെ ആളുകളെ തേടി പിടിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഇന്നലെ രാത്രിയും കൂടി ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിലവിലിപ്പോ മിശ്രയുടെ 3 ആളുകളായി. എന്നാൽ സീനു ആണെങ്കിൽ നിങ്ങളെ പറയുന്ന പോലെ നമ്മളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം സത്യം തന്നെയാ. എന്നാൽ അതൊക്കെ എത്രയോ നാളുകൾ മുമ്പാണ്. ഇപ്പോൾ നമ്മളുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. കാരണം എൻ്റെ ആ ഒരു പഴയ ലൈഫിൽ നിന്ന് ഞാൻ മാറിയിട്ട് ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനാണ്. ജനങ്ങളെ സഹായിക്കുക, അവർക്ക് നല്ലത് ചെയ്യുക, അത് മാത്രമാണ് ഇപ്പം എൻ്റെ ലക്ഷ്യം. മിശ്രയും അവൻ്റെ അടിയാളൻ നേപ്പാള്, ആ ടീമിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അവരുടെ അടുത്ത് ഇല്ലാത്ത ബിസിനസ് ഇല്ല. ഡ്രഗ്സ് സെയില്, അതുപോലെ ചെറിയ പെൺകുട്ടികളെ മറ്റ് നാടുകളിലേക്ക് കടത്തിക്കൊണ്ടുപോവുക, അതും പോലീസിന്റെയും പല അധികാരികളുടെ ഹെൽപ്പോടുകൂടി. ആരും തന്നെ ചോദ്യം ചെയ്യാനും തടുക്കാനുമില്ല. മിശ്രയും ടീമും ചെയ്യുന്ന ഒരു ബിസിനസ് ഇപ്പം ഞാൻ ചെയ്യുന്നുമില്ല. പിന്നെ അയാളെ തടുക്കുവോ അയാളുടെ ആളുകളെ തേടിപ്പോവോ അതിന്റെ ആവശ്യം എനിക്കെന്താ? ഞാനോ എൻ്റെ ആളുകളോ അല്ല നിങ്ങൾ ഈ പറയുന്ന കൊലപാതകം ഒന്നും ചെയ്തത്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് മിശ്രക്ക് കലിപ്പ് ഇളകിയിട്ടുണ്ട്. കാരണം അയാളുടെ 3ാമത്തെ ആളിപ്പോ കൊല്ലപ്പെട്ടില്ലേ. മിശ്ര കലിപ്പിൽ പറയുന്നത് ഇതിന്റെയൊക്കെ പിന്നിലെ നമ്മുടെ എതിർ ടീമിന്റെ നേതാവ് സീനുവില്ലേ, അവൻ തന്നെ. നമ്മുടെ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന അവന്റെ ടീമിൽ ഒരുത്തൻ തീരണ്ടേ? നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഒരുത്തിനെ തീർത്തേക്ക്. അപ്പോൾ നേപ്പാള് മിശ്രയോട്, ഇപ്പോൾ നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുന്ന നല്ലേ. കാരണം ആ ഒരു മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനേ ഒരു പോലീസ് ഓഫീസർ ACP ചുമതലയേറ്റിട്ടില്ലേ, അയാൾ അന്വേഷിച്ചോണ്ടിരിക്കുകയല്ലേ. അതുമാത്രമല്ല നമ്മുടെ ടീമിലെ ഏതൊക്കെയോ ചാരന്മാരുണ്ട്, അവരാദ്യം തേടി കണ്ടുപിടിക്കുക. അല്ലാതെ ഒരു കൊലയ്ക്ക് മറ്റൊരു കൊലയായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് പിടിച്ചാൽ നിൽക്കില്ല. അപ്പം മിശ്ര, എന്നാ പിന്നെ താൻ നമ്മുടെ ടീമിലെ ആ ചാരനെ കണ്ടുപിടിക്കാൻ നോക്ക്. അടുത്ത സീനില് നമ്മുടെ SI നരനിലെ ഒരു ഡാൻസർ പെൺകുട്ടിയായിട്ട് പാട്ടും പാടി ഡാൻസ് കളിച്ച് അങ്ങനെ അവളുടെ കൂടെ നേരെ അവളുടെ വീട്ടിലേക്ക് പോയിട്ട് അതേ റൊമാൻസിലേക്ക് കടക്കുമ്പോഴാണ് ഒരു കോള് വരുന്നത്. നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ACP ആണ്. എന്നാൽ ആദ്യം കോൾ വന്നപ്പോൾ നരം ഫോൺ എടുക്കുന്നില്ല. ഒരു ഇമ്പോർട്ടന്റ് ജോലിയുള്ളപ്പോഴാണ് ഇയാൾ ഫോൺ വിളിക്കുന്നത്. എന്നാൽ ഹീറോ ആണെങ്കിൽ നിർത്താതെ വിളിച്ചപ്പോൾ അവസാനം ഫോൺ എടുത്തിട്ട്, പറ സാറേ. അല്ലടാ നേര നീ എവിടെയുള്ളേ? സാറേ ഞാൻ വീട്ടിലാ. ഞാനും നിന്റെ വീട്ടിന്റെ പുറത്തുണ്ട്, വേറെ ഇറങ്ങിയോ? അല്ല സാറേ ഞാൻ എൻ്റെ വീട്ടിലല്ല, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാ. ആഹാ, ഫ്രണ്ടിന്റെ വീട്ടിലാ? അല്ല ഞാൻ വന്നതേ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഒന്നും എനിക്ക് കിട്ടിയില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പം നേരം പ്രശ്നമൊന്നുമില്ല സാറേ, നാളെ രാവിലെക്കുള്ളിലേ ഞാനത് വാങ്ങി സാറിനെ ഏൽപ്പിക്കാം. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയെ കാണാൻ വരുമ്പോൾ ഹീറോ, അല്ലടാ കഴിഞ്ഞ ദിവസം ഏത് ഫ്രണ്ടിന്റെ അടുത്തായിരുന്നു? അത് സാറേ ഒരു ഡാൻസർ പെൺകുട്ടിയാ, അവളുടെ പേര് രമ്യ എന്നോ. അല്ല അവളെന്താ ചെറിയ പെൺകുട്ടിയാ? പഠിക്കാറ്റാണോ? പഠിക്കൊന്നുമില്ല സാറേ, ഞാനും അവളും ഇപ്പോൾ പ്രണയിക്കാൻ പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ ഹീറോ, ആഹാ അത് നല്ലതാ. അല്ലടാ എപ്പോഴാണ് ആ ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് കിട്ടുക? അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഡോക്ടർ ഈശയും ദേവിയും വരുന്നത്. അപ്പൊ തരാൻ സാറേ നമുക്ക് നേരെ ഡോക്ടറോട് തന്നെ ചോദിച്ചാലോ. അങ്ങനെ ഈശോയുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവള് പറയുന്നത് ആദ്യം നടന്ന 2 കൊലപാതകത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റെഡിയാണ്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ രാത്രി നടന്ന കൊലപാതകത്തിന്റെ റിപ്പോർട്ട് റെഡി ആയിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മാക്സിമം തീർത്ത് തന്നേക്കാം. അപ്പൊ ഹീറോ, അത് മതിയാവും.
പിന്നെ ഇപ്പോൾ നിലവിൽ 2 കൊലപാതകം നടന്നില്ലേ, ആ ഒരു 2 മർഡേഴ്സും എങ്ങനെയാ നടന്നത്? എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ? അതായത് കൊലയാളി വളരെ ഷാർപ്പായി പ്ലാൻ ചെയ്തിട്ട് വളരെ പെട്ടെന്ന് ഒരാളെ എങ്ങനെ കൊലപ്പെടുത്തുക, അതായത് ഒറ്റ ട്രയലിൽ തന്നെ മരണപ്പെടണം. അങ്ങനെ ഒന്നുകിൽ കഴുത്തിന് മുൻപിലൂടെ അല്ലെങ്കിൽ പിന്നിലൂടെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു വെപ്പൺ കുത്തി ഇറക്കിയിട്ടാണ് ഈ മർഡേഴ്സ് ഒക്കെ നടത്തിയിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. വേറെയും കുറെ കേസുകൾ ഉള്ളതുകൊണ്ട് വേറെ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കറക്റ്റ് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഹീറോ ആയിക്കോട്ടെ, അത് ഞാൻ ചെയ്തേക്കാം. പിന്നെ 3ാമത് നടന്ന മർഡർ ഇല്ലേ, ആ ഒരു ഡെഡ് ബോഡി ഡോക്ടർ ഇഷ നിങ്ങൾ നേരിട്ട് കണ്ടിരുന്നില്ലേ? അപ്പോൾ ആ ഒരു മർഡറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുള്ളത്? അത് സാറ്, ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് ദീപയായിട്ട് ബൈക്കിൽ തിരിച്ചു പോകുമ്പോഴാണ് ഫോറസ്റ്റിന് നടുക്കൂടി ഒരു ആടിനെ തേടിയിട്ട് ഒരാൾ പോകുന്നതാണ്ടേ. റോഡ് ക്രോസ് ചെയ്തപ്പോൾ പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അയാളോട് സംസാരിക്കുമ്പോഴാണ് സൈഡിൽ ഫോറസ്റ്റിലായിട്ട് ഒരാൾ തൂങ്ങി ആടുന്നത് നമ്മൾ കാണുന്നത്. ഉടനെ തന്നെ നമ്മൾ പോലീസിനെ വിളിച്ച് അറിയിച്ചതാ. കുറെ നേരം കാത്തുനിന്നിട്ടും പോലീസും വരുന്ന കാണാതായപ്പോൾ വീട്ടില് അമ്മ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ ദീപ അവിടെ നിർത്തിയിട്ട് ഞാൻ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാം വേഗം വീട്ടിലേക്ക് പോയതാ. അപ്പൊ ഹീറോ, അല്ല ഈ ദീപ നിങ്ങളുടെ നേരെ അനിയത്തിയാണോ? എന്റെ നേരെ അനിയത്തിയല്ല, ഇവിടെ അടുത്തായിട്ട് ഒരു അനാഥ മന്ദിരമുണ്ട്. അവിടുത്തെ ടീച്ചറും അതുപോലെ അനാഥ മന്ദിരത്തിന്റെ കെയർ ടേക്കറും ആയിട്ടുള്ള ഒരു സാറുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സിദ്ധാർത്ഥ മാഷ് എന്നാണ്. അദ്ദേഹത്തിന്റെ മകളാണ് ദീപ. അപ്പോൾ ചെറുപ്പം മുതലേ ദീപയും ഞാനും നല്ല ഫ്രണ്ട്സാണ്. അന്ന് മുതലേ അവൾ എന്നെ ചേച്ചി എന്ന് വിളിക്കാറ്. എന്റെ വീട്ടിൽ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് മാനസികമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒന്നുകിൽ അമ്മയുടെ കാര്യം ഞാൻ നോക്കും, ഇനിയിപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലാണെങ്കിൽ ഞാനില്ലാത്ത സമയത്ത് ദീപയാണ് അമ്മയുടെ കാര്യങ്ങൾ നോക്കാറ്. അപ്പൊ ഹീറോ, ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യ്, 3ാമത് നടന്ന മർഡറിന്റെ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേഗം തന്നെ റെഡിയാക്ക്. അതും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് നേരെ പോകുന്നത് ഇപ്പോൾ അവസാനമായിട്ട് 3ാമതായിട്ട് കൊല്ലപ്പെട്ട ആ ഒരു ബോഡി കിട്ടിയില്ലേ, ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ്. അതായത് പോലീസിന് കടയിൽപ്പെടാത്ത എന്തെങ്കിലും തെളിവ് പകൽ സമയത്ത് കിട്ടിയാലോ. എന്നാൽ പുതുതായിട്ട് പ്രത്യേകിച്ച് ഒരു ക്ലൂവും അവർക്ക് കിട്ടിയില്ല. അപ്പൊ ഹീറോ, അല്ല ഈ മരണപ്പെട്ട വ്യക്തിക്ക് ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടാവില്ലേ? നമുക്ക് അവരെ ഒന്ന് ചോദ്യം ചെയ്താലോ? അപ്പോൾ നരൻ, അവന്റെ ഫാമിലി ഒരു വൈഫ് 2 മക്കളുണ്ടെന്ന് തോന്നുന്നേ. അങ്ങനെ നേരെ അയാളുടെ ഭാര്യ കാണാൻ പോയിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, സാറേ എന്റെ കെട്ടുവനാണെങ്കിൽ ഈ ലേഡീസ് വിഷയത്തിൽ കുറച്ച് വീക്കാ. അതായത് പല സ്ത്രീകളുടെയും പിന്നാലെ പോകാറുണ്ട്, പലപ്പോഴും പല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിട്ട് മർഡർ നടന്നതാണോന്നും അറിയില്ല. സാറേ ഞങ്ങളുടെ മോള്, ഇവൾക്ക് ചെവി കേൾക്കില്ല. എന്റെ കാര്യം പോട്ടെ, ഇവളുടെ കാര്യം പോലും ഇവളുടെ അച്ഛൻ കണ്ടറിഞ്ഞ് ചെയ്യാറില്ല. വല്ലാതെ കഷ്ടത്തില സാറേ നമ്മുടെ ഫാമിലി പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ നേപ്പാള് സ്വന്തം ടീമിൽ ഏതെങ്കിലും ചാരനുണ്ടോ എന്ന് തേടി നോക്കുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ, ഇവന്റെ പേര് രാജു എന്നാണ്, ബ്ലൂ ഷർട്ട്, ഇവനാണ് അവസാനമായിട്ട് കൊല്ലപ്പെട്ട ആ ഒരു വ്യക്തി വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ രാജുവിനോട്, പൊന്നുമോനെ നീയല്ലേ അവനെ കൊലപ്പെടുത്തിയേ? അപ്പൊ രാജു, നേപ്പാളെ നിങ്ങൾ എന്താ പറയുന്നേ? അവൻ എന്റെ ടീമല്ലേ, കഴിഞ്ഞ 5 വർഷമായിട്ട് എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒന്നിച്ചല്ലേ, ഞാൻ പിന്നെ എന്തിനാ അവനെ കൊല്ലുന്നേ? സാധാരണ ഇടക്ക് നമ്മൾ സംസാരിക്കാറുണ്ട്, അങ്ങനെ ഫോൺ ചെയ്തതാ. അങ്ങനെ ദേഷ്യത്തില് രാജു അവിടെ നിന്ന് പോവാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയും SIയും ഇല്ലേ, ഇപ്പോ 3ാമത് കൊല്ലപ്പെട്ട ആളെ കുറിച്ച് അന്വേഷിച്ചപ്പോ അവന് ലേഡീസ് വിഷയത്തിൽ കുറച്ച് വീക്കാണ്. അപ്പോൾ അതിന് മുമ്പ് നടന്ന 2 കൊലപാതകത്തില് അവർ ഇതുപോലെ ലേഡീസ് വിഷയത്തിൽ വീക്കാണ് നോക്കുമ്പോൾ അവരും ഇതുപോലെ പലപ്പോഴായിട്ട് പല പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള പെൺകുട്ടികളെ വീട്ടിലേക്ക് വിളിക്കാറും അവരെ കാണാൻ പോകാറൊക്കെ ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടാണ്. അപ്പൊ നരൻ, അല്ല സാറേ ഈ കേസുമായിട്ട് സ്ത്രീകൾക്ക് എന്തോ ബന്ധം തോന്നുന്നുണ്ടല്ലോ. അപ്പൊ ഹീറോയ്ക്കും ഡൗട്ട് തോന്നുന്നുണ്ട്, അതായത് ഏതെങ്കിലും പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള ലേഡീസ് ആയിരിക്കുമോ ഇനി ഈ മേഡേഴ്സിന്റെ ഒക്കെ പിന്നില്? അല്ല ഈ നാട്ടില് ഈ റെഡ് സ്ട്രീറ്റ് പോലെ ഏരിയ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ നരൻ, ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട് സാറേ. അതുപോലെ ഒരു സ്ഥലത്ത് നിന്നാണ് എന്റെ ഗേൾഫ്രണ്ട് രമ്യയില്ലേ, അവളെ ഞാൻ രക്ഷപ്പെടുത്തി കൂട്ടിക്കൊണ്ടുവന്നേ. ചിലപ്പോ രമ്യക്ക് അവൾക്ക് ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച് നല്ലോണം അറിയായിരിക്കും. അപ്പോൾ നമുക്ക് അവളോട് ചോദിച്ചാലോ? അപ്പൊ ഹീറോ, പിന്നെന്താ പോയി കളയാന്ന്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ നേപ്പാളിനും 3ാമതായിട്ട് കൊല്ലപ്പെട്ട വ്യക്തിയെ കുറിച്ച് ഒരു ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട്. അതായത് അവസാനമായിട്ട് അവനൊരു ലേഡിയെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നില്ലേ, അങ്ങനെ അവരോട് പോയിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവര് പറയുന്നത്, നേപ്പാളെ നിങ്ങൾ പറഞ്ഞ പോലെ അവനന്ന് വരാന്ന് പറഞ്ഞതാ. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി മൊത്തം അവന് വേണ്ടി കാത്തുനിന്ന് അന്നത്തെ എന്റെ ദിവസം തന്നെ വേസ്റ്റ് ചെയ്യും. 10 പൈസ കിട്ടിയില്ല. ആ ഒരു മരത്തലെന്റെ വാക്ക് വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ നേപ്പാള് അവനെ കഴിഞ്ഞ രാത്രി ആരോ കൊലപ്പെടുത്തി ഫോറസ്റ്റിൽ കെട്ടി തൂക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ആ ഒരു ലേഡി വല്ലാതെ ഷോക്കാകുമ്പോൾ, നേപ്പാള് സത്യം പറ, അന്ന് നീ അവനെ കണ്ടിട്ടേ ഇല്ല? ഇല്ലാന്ന് സത്യമായിട്ട് കണ്ടിട്ടില്ല. അതേ സമയത്ത് നമ്മുടെ നരൻ ഹീറോയെ കൂട്ടിയിട്ട് അവന്റെ ലവർ സൂര്യ മീറ്റ് വന്നിരിക്കല്ലേ. അപ്പോൾ അവളോട് ഹീറോ, നിലവിലിപ്പോൾ നമ്മുടെ നാട്ടില് 3 ആളുകൾ കൊല്ലപ്പെട്ടില്ലേ, ഈ മർഡേഴ്സുമായിട്ട് ഏതെങ്കിലും പ്രോസ്റ്റിറ്റ്യൂട്ട് ലേഡികൾക്ക് ബന്ധമുണ്ടോന്നാണ് ഇപ്പൊ നമ്മുടെ സംശയം. നിനക്ക് പരിചയമുള്ള ഏതെങ്കിലും ലേഡിയുടെ അടുത്ത് ഇവരാരെങ്കിലും കണ്ടതായിട്ടോ വന്നതായിട്ടോ എന്തെങ്കിലും അറിവ് നിനക്കുണ്ടോ? അപ്പോൾ രമ്യ പറയുന്നത്, കഥയുടെ ആരംഭത്തിൽ നേപ്പാളിന്റെ ചില റൗഡുകളെ കാണാനായിട്ട് ഒരു പെൺകുട്ടി വന്നപ്പോ ആ കൂട്ടത്തില് ഒരുത്തനെ ആരോ കൊലപ്പെടുത്തിയിരുന്നില്ലേ, അവന്റെ പേര് ജഗ്ഗു എന്നായിരുന്നില്ലേ. അപ്പൊ രമ്യ, ആ ഒരു ജഗ്ഗുലെ അവനൊക്കെ ചത്ത് മലക്കണ്ടോ തന്നെയാ. അപ്പൊ ഹീറോ,
അല്ല നീ എന്താ അങ്ങനെ പറയുന്നേ? അവൻ നിന്നോട് എന്താ ചെയ്തെന്നോ? സാറേ എനിക്ക് അമ്മയില്ല, ആകെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ ജഗ്ഗും അവരൊരു കൂട്ടാളിയും എൻ്റെ അച്ഛന് മദ്യം വാങ്ങി കൊടുത്തിട്ട് വീട്ടിലേക്ക് വന്ന് എനിക്കൊരു നല്ല ജോലി വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് ആ ഒരു ജഗ്ഗു എന്നെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതാ. ഞാനും എൻ്റെ കുടുംബത്തെ എനിക്ക് എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കരുതിയതാ. പക്ഷേ അയാളെ നേരെ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് പ്രോസ്റ്റിറ്റ്യൂട്ട് സെന്ററിൽ എന്നെ വിൽക്കാനിരുന്നു. അങ്ങനെ എന്നെ വിറ്റ പൈസ 25,000 വാങ്ങിയിട്ടാണ് അയാൾ അവിടെ നിന്ന് പോയത്. അങ്ങനെയാണ് എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോൾ SI നരൻ ചോദിക്കുന്നുണ്ട്, അല്ല രമ്യ, ഈ കാര്യമൊന്നും നീ ഇതുവരെയായിട്ട് എന്നോട് എന്താ പറയാത്തെ? അപ്പൊ രമ്യ, എന്തിനാ പറയുന്നേ? നീയും വന്നത് എൻ്റെ ശരീരം കണ്ടിട്ടല്ലേ, അല്ലാതെ എന്നോട് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഹീറോ, അല്ല രമ്യ, സത്യം പറ, നീയല്ലേ ഈ കൊലപാതകം ചെയ്യുന്നേ? നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതിന് നീ പക വീട്ടുക? അല്ല സാറേ, സാറെന്താ പറയുന്നേ? ഞാൻ ആരും കൊന്നിട്ടൊന്നുമില്ല. അപ്പൊ ഹീറോ, ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് നീ എവിടെ ഉണ്ടായിരുന്നേ? അപ്പോൾ SI നരൻ പറയുന്നത്, സാറേ ആ 3 കൊലപാതകം നടക്കുള്ളൂ ഇവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ട്. എന്നെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. 3ാമത് നടന്ന കൊലപാതകം നടക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇവൾ എൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ഇവളാൻ ചാൻസ് ഇല്ല. അപ്പൊ ഹീറോ, ആഹാ, അങ്ങനെയാണെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും, നമുക്കൊന്ന് ശരിക്കും അന്വേഷിച്ച് നോക്കാം. അതേ സമയത്ത് അന്ന് രാത്രി മിശ്രയും നേപ്പാളും ഇൻസ്പെക്ടറും ചേർന്നിട്ട് നേരെ ദേബിയുടെ ആ ഒരു അനാഥ മന്ദിരത്തിലേക്ക് പോവാണ്. അതായത് മിശ്ര കുറേയധികം ചെറിയ പെൺകുട്ടികളെ ലോറിയിൽ കടത്താൻ ശ്രമിച്ചിരുന്നില്ലേ, നമ്മുടെ ഹീറോ ആ കുട്ടികളെ റെസ്ക്യൂ ചെയ്തിട്ട് നേരെ ഈ അനാഥ മന്ദിരത്തിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ദീപയോട് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഞങ്ങളെ കൂടെ ഒന്നാക്കിയ കുട്ടികളില്ലേ, അവരെ ഇപ്പോ ഞങ്ങളുടെ കൂടെ അയക്കി. എന്നാൽ സിദ്ധാർത്ഥ് മാഷും ദീപയും പറയുന്നത് അവരെ വിടാൻ പറ്റില്ല, അവരെല്ലാവരും വല്ലാതെ കഷ്ടപ്പെട്ട് അനുഭവിക്കുന്ന അനാഥകളായ പാവം കുട്ടികളാ, അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ മോളെ? അതൊന്നും നിന്നെ അറിയിക്കേണ്ട കാര്യമില്ല, നീ പോയിട്ട് കൂട്ടിയിട്ട് വാ, അല്ലെങ്കിൽ ഞങ്ങൾ കയറിയിട്ട് കൂട്ടിക്കൊണ്ടുപോകണോ? അപ്പൊ ദീപ, അത് വേണ്ട, ഞാൻ കൂട്ടിയിട്ട് വരാം. അങ്ങനെ അവള് നേരെ ഉള്ളിലേക്ക് പോയിട്ട് ഉടനെ തന്നെ ഡോക്ടർ ഇഷയെ വിളിച്ചിട്ട് ഹെൽപ്പ് ചോദിക്കുകയാണ്. അപ്പൊ ഇഷ, നീ പേടിക്കണ്ട, ഞാൻ ഉടനെ നമ്മുടെ ACP സാറിനോട് കാര്യം പറയാം. അങ്ങനെ ഹീറോയോട് കാര്യം പറയുമ്പോൾ നമ്മുടെ SIയും കൂട്ടിയിട്ട് നേരെ ആ ഒരു അനാഥ മന്ദിരത്തിലേക്ക് വരികയാണ്. കൂടുതൽ ചോദ്യം പറച്ചിലൊന്നുമില്ല, നേരെ നേപ്പാളിന്റെ കാരനെ അടിച്ചു പൊട്ടിച്ചിട്ട് ആ ഒരു കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, സാറേ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതല്ലേ ഇവിടെ വന്നിട്ട് കൂടുതൽ കളി ഇറക്കണ്ടെന്ന്, സാറ് വന്ന ജോലി മാത്രം നോക്കിയാൽ മതി, ഈ കേസ് എൻ്റെ അധീനതയില്ല. അങ്ങനെ DCPക്ക് ഫോൺ ചെയ്തിട്ട് ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. അപ്പൊ DCP, നിന്നെ ഞാൻ ആ നാട്ടിലേക്ക് അയച്ച കേസ് എന്തായി? അപ്പൊ ഹീറോ, സാറ് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, നിന്നോട് ഞാൻ കൂടുതലായിട്ട് എന്തെങ്കിലും അന്വേഷിക്കാൻ പറഞ്ഞോ? ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങിയിട്ട് അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് താനങ്ങ് വന്നാൽ മതി, ആ നാട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിലും കൊണ്ടുപോയിട്ട് താൻ തൽക്കാലം തലയിടണ്ട. അപ്പോൾ ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഒരു ഫോണും കൊടുത്ത് ആ കുട്ടികളെ നോക്കുമ്പോൾ അവരോരോരുത്തരും വല്ലാതെ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഹീറോയ്ക്ക് ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ നേരെ നമ്മുടെ ഹീറോയിൻ ഇഷയെ കാണാൻ വരുമ്പോൾ അവളാണെങ്കിൽ, അല്ല സാറേ ആ കുട്ടികളെ രക്ഷിച്ചോ? എന്നാൽ ഹീറോ ആണെങ്കിൽ മറുത്ത് ഒന്നും പറയാതിരിക്കുകയാണ്. സാറേ എന്തെങ്കിലും പറ. അപ്പോഴാണ് ഹീറോ അല്ലേ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് ഇതുപോലൊരു രാഷ്ട്രീയക്കാരനെ നമ്മുടെ ഹീറോ ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അയാൾ പറഞ്ഞിട്ടുണ്ട്, സാറേ ഇത് സാറിന്റെ അനാവശ്യ പരിപാടിയാണ്, എന്റെ മേലെ കൈവച്ചാൽ ഞാൻ എന്താ ചെയ്യാന്നറിയില്ല, മുകളിലൊക്കെ നല്ല പിടിയാ, ഞാൻ എന്തായാലും പുറത്തു വരും, വന്നാൽ തന്റെ കുടുംബത്തെ ഞാൻ ചിന്ന പിന്നാക്കും. എന്നാൽ ഹീറോ അതൊന്നും കേൾക്കാതെ അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്നാൽ അതിനുശേഷം കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ആ ഒരു റൗഡി രാഷ്ട്രീയക്കാരൻ അയാൾ പുറത്തു വരികയും ചെയ്തു. അയാൾ പറഞ്ഞ പോലെ തന്നെ ഹീറോയുടെ ഭാര്യയെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്തതാണ്. തന്റെ ലൈഫിൽ നടന്ന ആ ഒരു ഫ്ലാഷ് ബാക്ക് ഹീറോ ഓർത്തു നോക്കുകയാണ്. അപ്പൊ ഈശയും, അല്ല സാറേ സാറോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം സാറിന് ചെയ്യുന്നതിനും ഒരു പരിധി ഉണ്ടല്ലോ, മുകളിൽ കുറേയധികം ഓഫീസേഴ്സ് ഉണ്ട്, അധികാരികൾ പറയുന്നതിന്റെ മേലെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ. അപ്പോൾ കൂടുതലൊന്നുമില്ല, നാളെ എന്തായാലും രാവിലത്തേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ റെഡിയാക്കി തരാം. അപ്പോൾ ആ ഒരു റിപ്പോർട്ടും വാങ്ങിയിട്ട് സാറ് നാട്ടിലേക്ക് പോയിക്കോ. അതായത് ഈശയ്ക്കും വല്ലാത്ത സങ്കടവും നിരാശയുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചോദിക്കുമ്പോൾ ഇൻസ്പെക്ടർ എടുത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ കൂടുതൽ ഹീറോയ്ക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ റിപ്പോർട്ടുകൾ വാങ്ങിയിട്ട് അവിടുന്ന് തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ SI നേരൻ ഹീറോയോട് പറയുന്നുണ്ട്, സാറേ ഇതുവരെ ഞാനൊരു നല്ല ഓഫീസറായിട്ട് ജോലി ചെയ്തിട്ടില്ല, എന്നാൽ എൻ്റെ മനസ്സിൽ മാറ്റം വരുത്തിയത് സാറാണ്, അതുകൊണ്ട് ഇനി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പോലീസ് ആയിരിക്കും ഞാൻ. അപ്പോഴാണ് നമ്മുടെ ഹീറോയെ ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് വിളിച്ചിട്ട് പറയുന്നത്, ഇൻസ്പെക്ടർ സാറ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്പെക്ടർ, സാറേ ഈ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ സാറിനെ തന്നെ ഏൽപ്പിക്കാൻ കമ്മീഷണർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 3 കൊലപാതകത്തിന് പിന്നിലെ കൊലയാളിയെ സാറിന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂന്ന് അങ്ങനെ പറയുന്നത്. അത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് സന്തോഷം അടക്കാൻ വരുന്നില്ല. അപ്പോൾ ഇൻസ്പെക്ടറോട്, അപ്പോൾ ഇനി എനിക്ക് ഈ കേസ് മര്യാദക്ക് നോക്കാലോ, അപ്പോൾ താൻ തന്റെ ജോലി ചെയ്തോ, ഈ ഒരു കേസ് ക്ലോസ് ചെയ്യാതെ ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ നമ്മുടെ SI നേരനും വല്ലാതെ ഹാപ്പി ആവാണ്. അങ്ങനെ ആ ഒരു മർഡേഴ്സിന്റെ പിന്നിലെ കൊലയാളെ കണ്ടുപിടിക്കാതെ ഈ നാട്ടിൽ നിന്ന് പോകുന്നില്ല എന്ന് നമ്മുടെ ഹീറോയിൻ ഇഷയോട് പറയുമ്പോൾ അവൾക്കും ഹാപ്പി ആവാണ്. അതേ സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടർ നേരെ മിശ്രയെ മീറ്റ് ചെയ്യാൻ പോയിട്ട്, സാറേ അവനെ കൊണ്ട് തീരെ സമാധാനം കിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ, കാരണം എല്ലാ പ്രശ്നവും തീർന്നിട്ട് അവൻ നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് കമ്മീഷണർ തന്നെ ഫോൺ
വിളിച്ചിട്ട് അവൻ ആ കേസ് വീണ്ടും ഏൽപ്പിച്ച് ഇനിയിപ്പോൾ ആ കേസിന്റെ ഒരു ഡീറ്റെയിൽസും എനിക്ക് അറിയാനും തലയിടാനും പറ്റില്ല. അപ്പം മിശ്ര, ഇൻസ്പെക്ടറെ, അത് താൻ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ആരെ പിടിച്ചാല് എന്ത് ചെയ്യാൻ പറ്റുന്ന എനിക്കറിയാം, അത് ഞാൻ ചെയ്തോളാം. അപ്പോൾ മിശ്രയില്ലേ നേപ്പാളിനോട് ചോദിക്കുന്നുണ്ട്, അല്ല താൻ നമ്മുടെ ഗ്യാങ്ങിൽ നിന്ന് ഒരു ചാരനെ പിടിച്ചില്ലേ, രാജു, അവനിപ്പോൾ എവിടെയുള്ളത്? അത് അവൻ നമ്മുടെ എതിർ ടീമില്ലേ സീനു, അങ്ങരുടെ ഗ്യാങ്ങിൽ ചേർന്നു പറഞ്ഞ്. അത് കേട്ടപ്പോൾ മിശ്രയ്ക്ക് വല്ലാതെ കലിപ്പാവാണ്. ആഹാ, എന്നെ വിട്ടിട്ട് അവൻ വേറെ ടീം ചേർന്നോ? അത് ശരിയാവില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, അവനെ എനിക്കൊന്ന് കാണണമെന്ന് പറ. കഴിഞ്ഞ 7 വർഷമായിട്ട് അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാ. അപ്പോൾ എൻ്റെ ബിസിനസ് ഡീറ്റെയിൽസ് പലതും അവനറിയാം. ഞാൻ എങ്ങനെ ബിസിനസ് ചെയ്യുക, അതുപോലെ എവിടെയൊക്കെ എനിക്ക് ഡീലിങ്സ് ഉണ്ട്. അങ്ങനെ ഇരിക്കെ അവനിപ്പോൾ എതിർ ടീമിൽ പോയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു തരത്തിൽ ആപ്പാണല്ലോ. അപ്പോൾ അവനോട് എനിക്കൊന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ എന്നെ മീറ്റ് ചെയ്യാൻ പറ. അതേ സമയത്ത് നമ്മുടെ സിദ്ധാർത്ഥ മാഷില്ലേ, അങ്ങനെ ഏതോ ഒരുത്തൻ കാണാൻ വന്നിട്ട് നമ്മുടെ രാജു ഇല്ലേ, അവൻ വീണ്ടും മിശ്രയുടെ ടീമിൽ ചേരാൻ പോവാ. അത് കേട്ടപ്പോൾ നമ്മുടെ മാഷില്ലേ അങ്ങേർക്കും വല്ലാതെ ഹാപ്പി ആവാണ്. അങ്ങനെ ആ ഒരു അജ്ഞാതൻ അവിടെ നിന്ന് തിരിച്ചു പോയപ്പോൾ തന്നെ മാഷില്ലേ അങ്ങേര് വേറെ ആരെ വിളിച്ചിട്ട് ആ ഒരു കാര്യം പറയുന്നുണ്ട്. അല്ല, ഈ ഒരു മാസ്റ്ററിന് ആ ഒരു ഗ്യാങ്ങുമായിട്ട് എന്താ ബന്ധം നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ ഇയാളായിരിക്കും കൊലയാളി. അതേ സമയത്ത് ആ ഒരു രാജുവില്ലേ ആർക്കോ ഭയന്നിട്ട് ഓടി എവിടെയോ ഒളിക്കാൻ നോക്കുമ്പോൾ ഏതോ ഒരു അജ്ഞാതനില്ലേ അങ്ങോട്ട് വന്നിട്ട് രാജുവിനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിട്ട് പോവാണ്. അങ്ങനെ നേരെ നമ്മുടെ സിദ്ധാർത്ഥ മാഷാണ് മീറ്റ് ചെയ്യാൻ വരുന്നത്. അങ്ങനോട് സാറ് പറഞ്ഞ പോലെ ആ ഒരു മർഡർ ഞാൻ വൃത്തിക്ക് തീർത്തിട്ടുണ്ട്. അപ്പോൾ മാസ്റ്ററിന് വല്ലാതെ ഹാപ്പി ആയിട്ട് ആൾ ഉള്ളിലേക്ക് പോയിട്ട് നിലവിൽ കൊല്ലപ്പെട്ട ഓരോ ആളുകളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ കൊല്ലപ്പെട്ട ശ്രീനിവാസ് രാജുവില്ലേ, അവൻ കൊല്ലപ്പെട്ടതുകൊണ്ട് തന്നെ അവന്റെ അക്ഷരവും വെട്ടിക്കളയാണ്. അങ്ങനെ രാജുവിന്റെ മർഡർ പോലീസ് ടീം അറിഞ്ഞിട്ടില്ലേ, അങ്ങോട്ടേക്ക് ഹീറോയിൻ ടീം വന്നിട്ട് ആ ഒരു ക്രൈം സീനില് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് മിശ്ര വരികയാണ്. അയാള് വല്ലാതെ കട്ട കലിപ്പിലാണ്. അല്ല, താനോട് പറഞ്ഞ് ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഒരു മർഡർ നടക്കില്ല, ഏറ്റവും വേഗം തന്നെ എൻ്റെ ടീമിലെ ആളുകളെ കൊലപ്പെടുത്തുന്ന ആ ഒരു കൊലയാളിയെ കണ്ടുപിടിച്ച് തരാന്നൊക്കെ. എന്നിട്ട് എന്തായടോ, എപ്പോഴാ ആ കൊലയാളി നീ കണ്ടുപിടിക്കാൻ പോകുന്നത്? അപ്പൊ ഹീറോ, സാറൊന്ന് സമാധാനിക്കേ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ മർഡേഴ്സ് ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ആരോ വല്ലാത്ത പക വീട്ടുന്ന പോലെ, റിവെഞ്ച് തീർക്കുന്ന പോലെയുണ്ട്. അപ്പോൾ മിശ്ര സാറിന് സംശയമുള്ള ആരുടെയെങ്കിലും പേരുകളോ ഡീറ്റെയിൽസോ പറയുകയാണെങ്കിൽ എനിക്ക് ഇൻവെസ്റ്റിഗേഷന് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലാതെ എന്നെ ശത്രുവിനെ പോലെ കണ്ടു കഴിഞ്ഞാൽ ഇത് എവിടെയും നിൽക്കില്ല. അപ്പോൾ മിശ്ര ശരിക്കും ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഭയപ്പെടുന്ന രീതിയിൽ ശത്രുക്കളായിട്ട് ആരുമില്ല. എന്നാൽ ഈ മർഡേഴ്സിന്റെ ഒക്കെ പിന്നിലെ ആ എതിർ ടീമിന്റെ നേതാവ് സീനു അവനായിരിക്കുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പൊ ഹീറോ, ആ സംശയം വെറുതെ സാറേ, കാരണം അവൻ ഒരു സാധ്യതയില്ല. എന്താന്ന് വെച്ചാൽ കമ്മീഷണർ വിളിച്ചിട്ട് ഈ ഒരു നാട്ടിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് കൊലപാതകം നടക്കുന്നുണ്ട്, അപ്പോൾ ആ ഒരു കൊലയാളിയെ എനിക്ക് മാത്രമേ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് കമ്മീഷണറെ വിളിച്ച് പറഞ്ഞതും ഈ ഒരു നാട്ടിലേക്ക് ഈ ഒരു കേസ് അന്വേഷിക്കാൻ വന്നത് തന്നെ അങ്ങേരെ എന്നെ സജസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ മിശ്രയ്ക്ക് മറുത്തൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഹീറോ, നിങ്ങൾക്ക് വേറെ ആരുടെങ്കിലും മേലെ സംശയം ഉണ്ടെങ്കിൽ, ആരെങ്കിലും ആ സാധ്യത ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എന്നെ ഒന്ന് അറിയിക്കേ. അങ്ങനെ പോലീസ് ടീമിനോട് രാജുവിന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോയില് നിലവിലിപ്പോ 4 ആളുകൾ കൊല്ലപ്പെട്ടില്ലേ, അവരുടെ ഓരോരുത്തരും ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ 4 ആളുകളിൽ ഒരാൾ മാത്രം മിശ്രയുടെ ടീമിൽ നിന്ന് മറ്റൊരു ഗ്യാങ്ങിലേക്ക് മാറിയതാണ്. ബാക്കി 3 പേരും മിശ്രയുടെ ഗ്യാങ്ങിലെ ആളുകളാണ്. അപ്പൊ ഹീറോയുടെ ഡൗട്ട് എന്താണെന്ന് വെച്ചാല് രാജു മറ്റൊരു ഗ്യാങ്ങിലേക്ക് പോകുന്നതിന് മുൻപ് ഇവര് 4 പേരും ചേർന്നിട്ടോ അല്ലെങ്കിൽ മറ്റ് റൗഡുകളും ചേർന്നിട്ടോ ഏതെങ്കിലും ഒരു ക്രൈം ചെയ്തിട്ടുണ്ടോ, ആ ഒരു കേസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഏതെങ്കിലും ക്രൈം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ പക ആരെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലോ. അങ്ങനെ ആ 4 പേരുടെ മേലെ ഇതുവരെ സ്റ്റേഷനിൽ രജിസ്റ്റർ ആയിട്ടുള്ള എല്ലാ കേസുകളും കളക്ട് ചെയ്യാൻ പോലീസിനെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ ഹീറോയുടെ നിന്ന് പോവാണ്. അതേ സമയത്ത് നമ്മുടെ രമ്യയിലെ SI നരനെ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ആ ഫോൺ എടുത്തപ്പോൾ ഞാൻ ബിസി ആയതുകൊണ്ടല്ലേ ഫോൺ എടുക്കാത്ത, നിനക്കെന്താ മനസ്സിലാവാത്തെ? അപ്പോൾ രമ്യ, ഇന്നെന്റെ വീട്ടിലൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ ACP സാറേയും കൂട്ടിയിട്ട് വരുമോ? ഈ തിരക്കിൻ്റെ ഇടയിലെ ഫംഗ്ഷൻ, ഞാനെന്തായാലും നോക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടിയാണ്. അപ്പോഴാണ് നമ്മുടെ രമ്യയുടെ വീടിന്റെ പുറത്ത് ആരോ വാതിൽ തട്ടുന്നത്. നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ACP ആണ്. അപ്പോൾ അവള്, അല്ല സാറേ, ഞാൻ നരനോട് പറഞ്ഞത് സാറിന് എങ്ങനെ മനസ്സിലായേ? നീ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അവൻ കുറച്ച് പഴയ കേസുകൾ തിരഞ്ഞെടുത്തോണ്ടിരിക്കുക. അല്ല, എന്തിനാ വരാൻ പറഞ്ഞ്? അപ്പൊ രമ്യ, സാറേ, ഇന്ന് രക്ഷാബന്ധനല്ലേ, അപ്പോൾ എനിക്ക് ആരുമില്ല എന്നാണ് ഇതുവരെ ഞാൻ കരുതിയിരുന്നത്. എന്നാലിപ്പോൾ എനിക്ക് ഏട്ടനായിട്ട് നിങ്ങളില്ലേ, അപ്പോൾ രാഖി കെട്ടിയിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. അങ്ങനെ ഹീറോയ്ക്ക് ഒരു രക്ഷാബന്ധനം കെട്ടിക്കൊടുത്ത് സ്വീറ്റ്സും കൊടുക്കുകയാണ്. അപ്പോൾ ഹീറോയ്ക്കും വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. ഈ രക്ഷാബന്ധം കെട്ടിക്കഴിഞ്ഞാൽ പൈസ കൊടുക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഹീറോ കുറച്ച് പൈസ കൊടുക്കുമ്പോൾ എൻ്റെ ബ്രദർ തന്ന ഈ ഒരു പൈസ ഞാൻ ഒരിക്കലും ചെലവാക്കില്ല, കാരണം എൻ്റെ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് അല്ലേ ഇത്. അപ്പോൾ ഹീറോയും, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് വരാം. അപ്പോൾ രമ്യ, വൈകുന്നേരം വരുമ്പോൾ നമ്മുടെ SI നരനെ കൂട്ടാൻ മറക്കരുത്, ഞാനിന്ന് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ, പിന്നെന്താ, ഉറപ്പായും കൂട്ടിയിട്ട് വരാമെന്ന്. അങ്ങനെ ഹീറോയിലെ അവിടുന്ന് നേരെ പോകുന്നത് നമ്മുടെ സിദ്ധാർത്ഥ മാഷിന്റെ ആ ഒരു സ്കൂളിലേക്കാണ്. അപ്പോൾ അവിടെയും രക്ഷാബന്ധന്റെ സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. അവിടുത്തെ അനാഥ കുട്ടികൾക്ക് ദേവയും നമ്മുടെ മാസ്റ്ററും ഇഷയും ചേർന്നിട്ട് സ്വീറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് വന്ന് നമ്മുടെ ഹീറോ ഇല്ലേ സിദ്ധാർത്ഥ് മാസ്റ്ററെ തനിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതിനു മുൻപ് ഇഷയോട് പറയുന്നുണ്ട്, ഇപ്പോൾ 4ാമതായിട്ട് രാജു എന്ന ഒരാൾ കൊല്ലപ്പെട്ടില്ലേ,
അപ്പോൾ അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എനിക്ക് വേഗം തന്നെ ഒന്ന് വേണമല്ലോ. അങ്ങനെ യശയും ദീപയെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ദീപ പറയുന്നത്, ചേച്ചിക്ക് ഒരു കാര്യം അറിയോ, ഈ കൊലപാതകമൊക്കെ ചെയ്യുന്നത് ആ പോലീസുകാരന്റെ ലവർ രമ്യയില്ലേ, അവളാന്ന് തോന്നുന്നുണ്ട്. കാരണം അവൾ ആരോടോ പക വീട്ടാണ്. കാരണം ACPയും SIയും സംസാരിക്കുന്നത് ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ദീപ സംസാരിക്കുന്നത് നേപ്പാളിന്റെ ഒരടയാളം കേൾക്കുന്നുണ്ടായിരുന്നു. അവന് വല്ലാതെ കലിപ്പ് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ സിദ്ധാർത്ഥ് മാസ്റ്ററെ തനിച്ച് കൂട്ടിക്കൊണ്ട് പോയിട്ടില്ലേ, മാഷെ നിങ്ങൾ കുറെ വർഷമായിട്ട് ഇതേ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന കാര്യം എനിക്കറിയാം. അപ്പോൾ മിശ്രയുടെ ഈ ഒരു ഗ്യാങ്ങില്ലേ, അവര് മിശ്രയ്ക്ക് മുൻപ് വേറെ ആരുടെയെങ്കിലും കൂടി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സാറേ, മിശ്രയുടെ അച്ഛനായിരുന്നു മുൻപ് ഈ ഒരു ഗ്യാങ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ വലിയ പ്രശ്നക്കാരനായിരുന്നില്ല. എന്നാൽ അച്ഛൻ മരിച്ച ശേഷം മിശ്ര ആ ഒരു ഗ്യാങ്ങിന്റെ തലവനായി. പിന്നീട് ആ ഒരു മിശ്ര ഈ നാട്ടിൽ നടത്താത്ത അലമ്പുകളൊന്നുമില്ല. അപ്പൊ ഹീറോ, അല്ല മാഷെ, മിശ്രക്കെതിരെ ആരെങ്കിലും ഈ നാട്ടിൽ നിന്ന് കംപ്ലൈന്റ് കൊടുക്കോ, അയാൾ വല്ല കേസിലും പെടുകയോ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മിശ്രയുടെ കൂടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരുത്തൻ കേസിൽ പെട്ടിട്ടുണ്ടോ? അത് സാറേ, മിശ്രക്കെതിരെ ഈ നാട്ടിൽ നിന്ന് പണ്ടൊരാള് കംപ്ലൈന്റ് കൊടുത്തതാ. എന്നാൽ കംപ്ലൈന്റ് കൊടുത്ത ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ ഫാമിലിയും അയാളെയും ഈ നാട്ടിൽ നിന്ന് തന്നെ കാണാതെയായി. അതിനുശേഷം പിന്നീട് മിശ്രക്കെതിരെ ആരും കംപ്ലൈന്റ് കൊടുക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഹീറോ, അന്ന് കംപ്ലൈന്റ് കൊടുത്ത അയാളുടെ പേരും ഡീറ്റെയിൽസ് അറിയോ? സാറേ, അത് 14 വർഷങ്ങൾക്ക് മുൻപാണ്. അയാളുടെ പേര് ശിഖ എന്നാണ്. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ് മാസ്റ്റർ പറഞ്ഞ പോലെ ആ ഒരു ശിഖ ആരാണ്, അയാൾ കൊടുത്ത കേസ് ഡീറ്റെയിൽസ് അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ടീം കണ്ടെത്താണ്. അന്ന് ശിഖയും അവരുടെ കുടുംബത്തെയും കാണാതായ ശേഷം മിശ്രയുടെ റൗഡി ഗ്യാങ്ങിൽ നിന്ന് 6 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആ ഒരു 6 പേരിലെ 4 ആളുകൾ തന്നെയാണ് ഇപ്പൊ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇനിയിപ്പോ 2 ആളുകൾ ബാക്കിയുണ്ട്. അതിലൊരാള് വേറെ ആരുമല്ല, നേപ്പാൾ തന്നെയാണ്. അല്ല, 14 വർഷങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ട ശിഖയുടെ ഫാമിലിയാണോ, അല്ലെങ്കിൽ ശിഖയായിരിക്കോ ഈ ഒരു കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഹീറോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മാസ്റ്ററിലെ അങ്ങനെ പതിയെ പുറത്തേക്ക് പോവാണ്. അപ്പോഴാണ് അവിടെ ബോർഡിലായിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചത് നമ്മുടെ ഹീറോ കാണുന്നത്. അതില് പല പേരുകളും പല ക്ലൂകളും ഉണ്ട്. അതൊക്കെ നോട്ട് ചെയ്തിട്ട് ഹീറോ അവിടെ നിന്ന് പോവാണ്. അതേ സമയത്ത് നമ്മുടെ രമ്യയിലെ SI നരൻ വിളിച്ചിട്ട് കുറച്ചു നേരത്തെ നമ്മുടെ ACP സാറിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങേർക്ക് ഞാൻ രക്ഷാബന്ധം കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഏട്ടനെയും കൂട്ടിട്ട് നേരത്തെ വരില്ലേ, വല്ലാതെ ലേറ്റ് ആവരുതേ, ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആരോ പുറത്ത് വാതിൽ തട്ടുന്നത്. അല്ല, ഇത്ര നേരത്തെ വന്നതെന്ന് ചോദിച്ചിട്ട് അവള് വാതിൽ തുറക്കുമ്പോൾ അവൾ ആരെയോ കണ്ടിട്ട് വല്ലാതെ തരിച്ചു നിന്ന് പോവാണ്. എന്നാൽ പെട്ടെന്ന് ഫോൺ കട്ടായതുകൊണ്ട് തന്നെ നമ്മുടെ SI നരനില്ലേ വീണ്ടും വീണ്ടും അവളെ വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ എത്ര ഫോൺ ചെയ്തിട്ടും ഫോണ് പോകുന്നില്ല. അപ്പോൾ നരൻ വല്ലാതെ ഷോക്കാകുമ്പോഴാണ് ഹീറോ അങ്ങോട്ട് വരുന്നത്. അപ്പൊ നരൻ, സാറേ, പെട്ടെന്ന് രമ്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ അവളുടെ ഫോണ് കട്ടായതാ, പിന്നെ എത്ര വിളിച്ചിട്ടും ഫോണ് കണക്ട് ആവുന്നില്ല. അപ്പൊ ഹീറോ, ചിലപ്പോ നിന്നോട് ദേഷ്യം പിടിച്ചായിരിക്കും, നമുക്ക് നേരത്തെ പോയിട്ട് ഒരു സർപ്രൈസ് കൊടുത്താളയാം. അങ്ങനെ അവര് രമ്യയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ SI പറയുന്നുണ്ട്, സാറേ, സാറ് പറഞ്ഞ പോലെ ആ 4 പേർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്ത ആളുടെ കേസ് ഫയലും ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഹീറോ, അങ്ങേരുടെ പേര് ശിഖ എന്നല്ലേ? അല്ല, സാറിന് എങ്ങനെ മനസ്സിലായത്? അത് നമ്മുടെ സിദ്ധാർത്ഥ മാഷില്ലേ, അങ്ങേരാണ് എന്നോട് പറഞ്ഞത്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഇൻസ്പെക്ടർ മിശ്ര വിളിച്ചിട്ട് പറയുന്നുണ്ട്, 14 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ഗ്യാങ്ങിലെ ചില ആളുകൾക്കെതിരെ ഒരാൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ ഓർമ്മയുണ്ടോ? അപ്പൊ മിശ്ര, 14 വർഷങ്ങൾക്ക് മുൻപ് ആര് കംപ്ലൈന്റ് കൊടുത്തെന്ന് എനിക്കൊന്നും ഓർമ്മയില്ല. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ഹീറോയും നമ്മുടെ SIയും കൂടി രമ്യയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വീടിന്റെ വാതിൽ എത്ര തട്ടി നോക്കിയിട്ടും അവള് വാതിൽ തുറക്കുന്നില്ല. അല്ല, ഇനിയിപ്പോൾ അവള് ദേഷ്യം കൊണ്ടായിരിക്കും തുറക്കാത്തെ. അങ്ങനെ വീടിന്റെ പിൻവാതിലൂടെ ഉള്ളിലേക്ക് അടക്കുമ്പോഴാണ് നമ്മുടെ രമ്യയിലെ അവളെ ആരോ വല്ലാതെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ട് പോയിട്ടുള്ളത്. അവളാണെങ്കിൽ ജീവനോട് മലിട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്വാസം പോലും ശരിക്കും എടുക്കാൻ പറ്റാത്ത അൺകോൺഷ്യസ് ആയിട്ടുള്ള സ്റ്റേജിലാണ്. അങ്ങനെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യാണ്. അല്ല, രമ്യയെ ആരായിരിക്കും ഉപദ്രവിച്ചിട്ടുണ്ടാവുക? അങ്ങനെ ഹീറോയും ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഞാനൊന്ന് അന്വേഷിച്ചോക്കട്ടെ. അപ്പോൾ SI നരൻ, സാറേ, ഞാനും കൂടെ വരാം. അപ്പൊ ഹീറോ, നര, ഇപ്പൊ അത് വേണ്ടടാ, നീ ഒരു കാര്യം ചെയ്യ്, അവളുടെ കൂടെ ഇരിക്കേ. അവള് കണ്ണു തുറക്കുമ്പോൾ അവളുടെ അരികിൽ നീ ഉണ്ടാവണം. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അവളുടെ ഏട്ടനായിട്ടുള്ള ഞാനില്ലേ, ഞാൻ പോയി നോക്കാന്ന്. അങ്ങനെ ഹീറോയില്ലേ നേരെ മിസ്റ്റർ മീറ്റ് ചെയ്തിട്ട്, തന്റെ ആൾക്കാരല്ലടോ ആ ഒരു പാവം പെൺകുട്ടി രമ്യ ഉപദ്രവിച്ച്, എന്തിനാടോ അവളോട് നിങ്ങൾക്ക് ഇത്ര വേറി? അപ്പൊ മിശ്ര, താൻ എന്താ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ രമ്യയ്ക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ മിശ്രോട് പറഞ്ഞു കൊടുത്തിട്ട്, ഒരു കാര്യമില്ലാതെ അനാവശ്യ സംശയം കൊണ്ടാണ് നിങ്ങളുടെ ആരോ ആ പെൺകുട്ടി ഉപദ്രവിച്ചിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ആ പെൺകുട്ടി ആരാണ് ഉപദ്രവിച്ചത് അവര് സ്വയം സ്റ്റേഷനിൽ വന്നിട്ട് സറണ്ടർ ആയിക്കൊള്ളണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ കാലിപ്പില് അവിടുന്ന് തിരിച്ചു പോകണം. അങ്ങനെ നമ്മുടെ ഹീറോയില്ലേ അനിയത്തിയായിട്ട് കണ്ട രമ്യയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ ഇഷയില്ലേ അവള് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ രമ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് നല്ല രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷേ ജീവന് ആപത്തൊന്നുമില്ല. വല്ലാതെ രക്തം പോരുണ്ട്. അവളെ കൊല്ലാൻ തന്നെ ചെയ്താന്ന് തോന്നുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത അവളോട് എന്തിനായിരിക്കും ആരൊരാള് ഈ ക്രൂരത ചെയ്തിട്ടുണ്ടാവുക? കറക്റ്റ് സമയത്ത് നിങ്ങളവിടെ എത്തിയതുകൊണ്ട് അവളുടെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. എന്നാൽ കുറച്ച് നാള് കഴിയും അവൾ പഴയ രീതിയിലൊന്നാവണമെങ്കിൽ. അപ്പൊ ഹീറോ, അല്ല, രമ്യ അവൾ ഉപദ്രവിച്ചത് ആരാണ് എന്നെന്തെങ്കിലും പറഞ്ഞോ? അപ്പൊ ഈശ, അവൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്നാൽ അവളുടെ വീടിന്റെ അടുത്തുള്ള ഒരു നെയ്ബർ രമ്യയുടെ വീട്ടിൽ നിന്ന് നേപ്പാളിന്റെ ഒരു കൂട്ടാളി ഇറങ്ങി പോകുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് നമ്മുടെ സിദ്ധാർത്ഥ മാഷില്ലേ അങ്ങനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എന്നോടും പറഞ്ഞ്. അത് കേട്ടപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക്
രക്തം തിളക്കുകയാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് രമ്യ കണ്ണു തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ SI നരൻ നിന്നെ ആരെങ്ങനെ ആക്കിയേ? അപ്പോൾ അവൾ ആ ഫ്ലാഷ് ബാക്ക് പറയാണ്. അതായത് നേപ്പാളും അവന്റെ ആ ഒരു കൂട്ടാളി അന്ന് ദീപ പറഞ്ഞ കേട്ടൊരു തന്നെയില്ലേ, അവർ രണ്ടുപേരുമാണ് ദീപയുടെ വീടിന്റെ വാതിൽ തട്ടിയത്. അവൾ ആരാന്നറിയാൻ വേണ്ടി വാതിൽ തുറന്നപ്പോൾ അവര് ബലമായിട്ട് രമ്യ ഉപദ്രവിച്ചിട്ട് സത്യം പറഞ്ഞു, നീ എന്തിനാ ആർക്ക് വേണ്ടിയിട്ടാ ഈ പ്രതികാരമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നാൽ അവളാണെങ്കിൽ ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല, അപ്പൊ നീ അല്ലെങ്കിൽ നിന്നെ ആരോ ഹെൽപ്പ് ചെയ്യുന്നില്ലേ, ആ സഹായിക്കുന്നവൻ ആരാ? അങ്ങനെ അവളെ മൃഗീയമായിട്ട് ഉപദ്രവിച്ചപ്പോൾ അവസാനം അവൾക്ക് സഹിക്കാൻ പറ്റാതെ അവളുടെ ബോധം പോയതാണ്. അങ്ങനെ അവൾക്ക് സംഭവിച്ച കാര്യം കേട്ടപ്പോൾ നമ്മുടെ നരന് രക്തം തിളക്കിയാണ്. അവൻ ആ വേറിയോടെ എഴുന്നേൽക്കുമ്പോൾ രമ്യ പറയുന്നുണ്ട്, ഇപ്പൊ ഒന്നും ചെയ്യണ്ട, എന്ത് ചെയ്യുകയാണെങ്കിലും നിയമത്തിന്റെ സഹായത്തോടെ ചെയ്താൽ മതി. കാരണം നിങ്ങൾക്കും കൂടി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങോട്ട് വന്ന് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നര നീ ഒന്നുകൂടി ടെൻഷൻ അടിക്കണ്ട, എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. അതേ സമയത്ത് സ്റ്റേഷനിലേക്ക് നമ്മുടെ നേപ്പാളും കൂട്ടാളിയും വന്നിട്ടുണ്ട്. ഇൻസ്പെക്ടറിനോട് ഞങ്ങൾ സറണ്ടർ ആവാൻ വന്നതാ. അപ്പൊ ഇൻസ്പെക്ടർ തനിക്കന്തര തലക്ക് പ്രാന്തുണ്ടാ, വെറുതെ ആരെ പേടിച്ചിട്ടാ, എന്തിനാ സറണ്ടർ ആവുന്നത്? അതൊന്നും അറിയില്ല സാറേ, നമ്മുടെ ബോസ് മിശ്ര അങ്ങേര് പറഞ്ഞയച്ചതാ. സറണ്ടർ ആവാൻ പറഞ്ഞു, ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങേര് ഏറ്റിട്ടുണ്ട്, വേഗം തന്നെ നമ്മൾ ഇറക്കിക്കോളാന്ന് പറഞ്ഞു. എന്നാൽ ഇൻസ്പെക്ടർ ആ ACP അയാളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാറ്റ, ഈ കലിപ്പിൽ നിങ്ങൾ അയാളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ നിങ്ങളെ തീർത്താളയും, എന്നിട്ട് എൻകൗണ്ടർ എന്ന് പറഞ്ഞൊരു കേസ് ക്ലോസ് ചെയ്യും. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയിക്കോ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. അങ്ങനെ ഇൻസ്പെക്ടറില്ലേ നമ്മുടെ ഹീറോയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആ ഒരു നേപ്പാളും കൂട്ടാളിയും സറണ്ടർ ആവണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് വന്നതാണ്. എന്നാൽ പെട്ടെന്ന് എന്താ അവർക്ക് തോന്നിയെന്നറിയില്ല, അവര് എന്നെ അടിച്ചിട്ടിട്ട് സ്റ്റേഷനിൽ നിന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു. അത് കേട്ടപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് തരിച്ച് കയറുന്നുണ്ട്. ഇൻസ്പെക്ടർ പറഞ്ഞത് നമ്മുടെ SI നരനും കേട്ടിട്ടില്ലേ, രമ്യക്ക് സംഭവിച്ചില്ലേ, അവന്റെ രക്തം തിളക്കിയല്ലേ, നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് തന്റെ മേലുദ്യോഗസ്ഥനാണ് ഇൻസ്പെക്ടറാണെന്നോട് നോക്കാതെ അയാളെടുത്ത് പഞ്ഞു കിട്ടിട്ട് ചോദിക്കുന്നുണ്ട്, പൊന്നുമോനെ സത്യം പറഞ്ഞോ, എവിടെ രണ്ടുപേരും, നീ എന്തിനാണ് എന്നെ തല്ലുന്നേ? അവരിവിടെ ഓടിപ്പോയതിന് ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞാൻ നിന്റെ മേലുദ്യോഗസ്ഥനാ, ആളറിഞ്ഞ് കളിക്കടാ, നിന്റെ ജോലി ഞാൻ തെറിപ്പിച്ചാളോ, തനിക്ക് പറ്റുന്ന താൻ ചെയ്യടോ. അങ്ങനെ അയാളുടെ ഞെട്ടുമ്പോൾ ടൂരുമ്പോൾ അങ്ങോട്ട് വന്ന് ഹീറോനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയുന്നുണ്ട്, നീ നിന്റെ ഇമോഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും, എന്താണെങ്കിലും നമുക്ക് നിയമത്തിന്റെ സഹായത്തോടെ ചെയ്യാം. എന്നാലും നേരൻ നിയമത്തിന്റെ സഹായത്തിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവസാനം നിങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചേ? നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ചെറിയ മോള് രണ്ടുപേരും നിങ്ങൾക്ക് നഷ്ടമായില്ലേ, അവരെ കൊന്നു കളഞ്ഞതല്ലേ? നിങ്ങൾക്ക് പോലും നിങ്ങളുടെ നിയമം വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനില്ലേ എന്നോട് മാത്രം എന്തിനാ നിയമം അനുസരിക്കാൻ പറയുന്നേ? ഒരു കുറ്റവും ചെയ്യാത്ത എന്റെ രമ്യയുടെ മേലെ കൈവച്ച് ഒരുത്തിനെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ACP സാറേ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും ചെയ്തോ, എനിക്കിനി നിയമമില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം ഞാൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ SIയിലെ അവിടുന്ന് തിരിച്ചു പോകണം. അതേ സമയത്ത് നമ്മുടെ ഹീറോയിലെ നേരെ സിദ്ധാർത്ഥ് മാഷെ കാണാൻ പോയിട്ട്, അല്ല സാറേ, നിങ്ങൾ പറഞ്ഞ പോലെ ഷിക എന്ന ഒരാളുടെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ലല്ലോ, അയാള് മരണപ്പെട്ടു പോയതാണെങ്കിൽ പിന്നെ അയാൾ പ്രതികാരം വീട്ടാനുള്ള ചാൻസ് ഇല്ല. സത്യം പറ, ഈ നടക്കുന്ന കൊലപാതകത്തിനൊക്കെ പിന്നിലെ നിങ്ങളല്ലേ? എന്നാൽ ആ ഒരു മാഷാണെങ്കിൽ മറുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു ചാർട്ടിലായിട്ട് നിലവിലെ കൊല്ലപ്പെട്ട ആളുകളുടെ പേരിന്റെ ആദ്യത്തെ ലെറ്ററും അതുപോലെ ഇനി അടുത്ത് കൊല്ലപ്പെടാൻ പോകുന്ന 2 ആളുകളുടെ ലെറ്ററും കൊടുത്തിട്ടില്ല. മരണപ്പെട്ട ആളുകളുടെ ലെറ്റർ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹീറോ, ഇനിയിപ്പോ അടുത്തത് ആ 2 ലെറ്ററിലുള്ള ആളുകളായിരിക്കൂലേ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്, കൊല്ലപ്പെടാൻ പോകുന്ന ഏകദേശം എല്ലാ കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇനി ഉള്ള കാര്യം പറയുന്നില്ലെന്നല്ലേ? അപ്പോൾ സിദ്ധാർത്ഥ് മാഷ് ചില ഫ്ലാഷ് ബാക്ക് പറയാണ്, എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നുള്ളൂ, അവളെ കല്യാണം കഴിച്ചു കൊടുത്തു. അവൾക്ക് 2 പെൺകുട്ടികളായിരുന്നു. എന്റെ അനിയത്തിയും കുടുംബവും അവരെ നല്ല രീതിയിൽ തന്നെ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അനിയത്തിയുടെ 2 മക്കളും ഈ കണ്ണുകെട്ടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ മൂത്തവളെ റൗഡി മിശ്രയുടെ ഗ്യാങ്ങിൽപ്പെട്ട 6 ആളുകൾ അവിടുന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് അവളെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്തതാണ്. ആ ഒരു കാഴ്ച അവളുടെ ചെറിയ അനിയത്തി നേരിട്ട് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്റെ അനിയത്തിയുടെ ഭർത്താവ് അവരുടെ മകൾക്ക് സംഭവിച്ച ആപത്ത് അറിഞ്ഞിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോയി കംപ്ലൈന്റ് കൊടുത്തപ്പോൾ സ്റ്റേഷനിൽ നിന്ന് എന്താ പറഞ്ഞെന്നറിയോ? മര്യാദക്ക് തന്ന കംപ്ലൈന്റ് വിഡ്രോ ചെയ്തോ, അല്ലെങ്കിൽ നിന്റെ 2ാമത്തെ ചെറിയ കുട്ടിയില്ലേ, ആ കുട്ടിക്കും ഇപ്പോൾ നിന്റെ മൂത്ത മകൾക്ക് സംഭവിച്ച പോലെ തന്നെ സംഭവിക്കും. എന്നാൽ എന്ത് വന്നാലും നേരിടാന്ന് കരുതിയിട്ട് തന്റെ മൂത്ത മകൾക്ക് വേണ്ടിയിട്ട് അവർ കംപ്ലൈന്റ് കൊടുത്തതാണ്. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ മൂത്ത മകള് മരണപ്പെട്ടു പോവുകയും ചെയ്തു. എന്നാൽ മകളെ രക്ഷിക്കാൻ പറ്റാത്ത ആ ഒരു സങ്കടത്തിൽ അവളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തതാണ്. മകളും ഹസ്ബൻഡും മരണപ്പെട്ട ആ ഒരു ഷോക്കിൽ അവരുടെ അമ്മയുടെ, അതായത് എന്റെ അനിയത്തിയുടെ മാനസിക നില തന്നെ തെറ്റിപ്പോയിരുന്നു. അത് കേട്ടപ്പോൾ നമ്മുടെ ഹീറോ ACP പറയുന്നുണ്ട്, അപ്പോൾ മാഷ് പറഞ്ഞു വരുന്നത് ആ ഒരു കുടുംബം തന്നെ ചിന്ന പിന്നാക്കിയിട്ടുണ്ടെങ്കിൽ ആ കാഴ്ച കണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതായ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, അവളല്ലേ അവളുടെ കുടുംബം തകർത്തവരെ ഇപ്പോൾ വേട്ടയാടി കൊന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടി അത് നിങ്ങൾ എടുത്തു വളർത്തിയ നിങ്ങളുടെ മകള് ദീപയല്ലേ? അപ്പൊ മാഷ് അവളല്ല, ഡോക്ടർ ഈശയില്ലേ, അവളാണ്. അപ്പൊ ഹീറോ ഷോക്കായി പോകുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുന്നത്, പ്രതികാരമൊക്കെ വീട്ടുന്നത് അത് ഹീറോയിൻ ഈശയാണോ? അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഈശയില്ലേ, അവള് ഒരു ഹൂഡിയൊക്കെ ഇട്ടിട്ട് നേപ്പാളിനെയും അവന്റെ ആ കൂട്ടാളിയില്ലേ അവനെയും പിന്തുടർന്ന് പോയിട്ട്, അല്ല നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ, ഒരു 14 വർഷം മുമ്പ് ഞാൻ ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ എന്റെ ചേച്ചിയെ നിങ്ങൾ 6 പേര് ചേർന്നിട്ടില്ലേ എന്റെ കൺമുമ്പിൽ വെച്ച് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം എനിക്ക് എന്റെ കുടുംബം നഷ്ടമായി. ആ ഒരു മിശ്രയുണ്ട് എന്നുള്ള ധൈര്യത്തിലാ നിങ്ങൾ ഇതൊക്കെ ചെയ്തേ.
ഒരുത്തിനും നിന്നെ ഒന്ന് രക്ഷിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവള് കയ്യിലൊരു ഷാർപ്പായിട്ടുള്ള ആയുധെടുത്ത് അവരുടെ പിന്നാലെ പോകുമ്പോൾ അവര് രണ്ടുപേര് നമ്മുടെ ദീപയിലെ ബ്ലോക്ക് ചെയ്യാണ്. അതായത് ഈശയെ ദീപയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനുള്ളിൽ അങ്ങോട്ടേക്ക് ഇവരെ രണ്ടുപേരും തേടി വന്ന നമ്മുടെ SI നരൻ അവരെ തീർക്കാൻ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോ വന്നിട്ട് നരന്റെ നെറ്റിയിൽ ഗണ്ണ് വെച്ചിട്ട് നീ ഇപ്പോൾ അവിവേകം കാണിക്കല്ലേ, നമുക്ക് എന്തെങ്കിലും നിയമത്തിന്റെ വഴി നോക്കാം. എന്നാൽ നരനാണെങ്കിൽ നിയമം നോക്കാൻ വന്നതല്ലോ, രണ്ടുപേരും പൊരിഞ്ഞ അടിയാവാണ്. ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മുടെ ഹീറോനിലെ അവളുടെ കയ്യിലെ ആയുധം വെച്ച് നേപ്പാളിനെ തീർത്ത് കളയാണ്. അങ്ങനെ രണ്ടാമത്തവന്റെ നേരെ പോകുമ്പോൾ ഹീറോ പറയുന്നുണ്ട് ഇഷ അത് ചെയ്യരുത്, എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും. എന്നാൽ ഹീറോ പറയുന്നതും കേൾക്കാതെ അവന്റെ നേരെ അവൾ പോകുമ്പോൾ ഹീറോ ഷൂട്ട് ചെയ്യാണ്. പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കാണുന്നില്ല. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോ ആ നാട്ടിലെ എല്ലാ മർഡേഴ്സിന്റെയും എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് കമ്മീഷണർ കയ്യിൽ ഏൽപ്പിച്ച് പറയുന്നുണ്ട് ആ നാട്ടിൽ നടന്ന എല്ലാ കൊലപാതകങ്ങളും അത് രണ്ട് ഗ്യാങ്ങിന്റെ ഇടയിലുണ്ടായിരുന്ന പ്രതികാരം കൊണ്ട് സംഭവിച്ചാണ്. അപ്പൊ കമ്മീഷണർ ആഹാ കൊള്ളാലോ, നിന്റെ അന്വേഷണം പോകുന്ന കണ്ടപ്പോ ഇതിന്റെ പിന്നിൽ വേറെ ഏതോ ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരാളുണ്ടെന്ന് തോന്നിയല്ലോ. അവസാനം ഇത് രണ്ട് ഗ്യാങ്ങിന്റെ ഇടയിൽ വന്നു നിന്നോ? അല്ല ആ കുറ്റവാളികളെ താൻ അറസ്റ്റ് ചെയ്തോ? എതിർ ടീമിലുള്ള ചില ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കാരണമായിട്ടുള്ള നേപ്പാളിലെ അങ്ങേരും കുറേയധികം ഇല്ലീഗൽ ബിസിനസ്സുകളിൽ അതുപോലെ ചെറിയ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യുക, മയക്ക് മരുന്നിന്റെ ഡീലിംഗ്സ് നടത്തുക, അങ്ങനെ കുറെ കേസുകളുണ്ട്. അപ്പൊ അതിൽ നേപ്പാളിനെയും അവന്റെ ചില ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, കുറച്ചു നേരത്തെ ഇഷയെ അപ്പോൾ നമ്മുടെ ഹീറോ ഷൂട്ട് ചെയ്തില്ലേ, ഇഷയ്ക്ക് പകരം ആ ഒരു റൗഡിയില്ലേ അവനാണ് ഹീറോ ഷൂട്ട് ചെയ്തത്. എന്നിട്ട് ഇഷയെ അവൻ കൊല്ലാൻ വന്നതായിരുന്നു. അപ്പോൾ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണെന്ന് കേസും അവൻ ക്ലോസ് ചെയ്തു. അതായത് നമ്മുടെ ഇഷയ്ക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും ഇനി അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇഷയെ പോലെ പല പെൺകുട്ടികളുടെ ജീവിതവും അവന്മാര് കാരണം ഇനിയും ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ തീർന്നുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോ കണ്ണടച്ചതും അവസാനം ജീവിതത്തിൽ തനിച്ചായി പോയ നമ്മുടെ ഇഷയെ തന്നെ ഹീറോ വളച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതായത് നിയമത്തിന്റെ വഴി എന്ന് പറഞ്ഞത് ഇതായിരുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കഥ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ പ്രതീക്ഷ പോലെ തന്നെ എവിടെയും അധികം ഗസ് ചെയ്യാൻ പറ്റാത്ത അത്യാവശ്യം ട്വിസ്റ്റലൊക്കെ ഉണ്ടായിരുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു ത്രില്ലർ ആയിരുന്നില്ലേ? അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നല്ല സപ്പോർട്ട് തരുവാണെങ്കിൽ ഇതിലും അടിപൊളി കഥകളായിട്ട് വേഗം തന്നെ നിങ്ങളിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ഇത് നിങ്ങളുടെ സ്വന്തം ട്വിസ്റ്റ് മലയാളി. ടാറ്റ ബൈ ബൈ.